Hello, good afternoon, Gidu. Good afternoon. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മിസ്? ഓണമൊക്കെ സൂപ്പർ ആയിരുന്നു. നമുക്കിവിടെ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു 3-ാം തീയതി സെപ്റ്റംബർ 3-നായിരുന്നു. നന്നായിരുന്നു. നിങ്ങളൊക്കെ നന്നായി ഓണം ആഘോഷിച്ചോ? ഓണമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞപ്പോ കുട്ടികളൊന്നും കാണാനില്ലല്ലോ നമ്മളുടെ ക്ലാസ്സില്. ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നോ? ഇന്നലെ കുറെ അധികം പേരുണ്ടായിരുന്നോ? ഇന്നലെ 8 പേരുണ്ടായിരുന്നു മിസ്സേ. 8 ഉണ്ടായിരുന്നു. ഓക്കെ, വരുമായിരിക്കും. ഓക്കെ, സമയം കിട്ടിയപ്പോ കുറച്ചൊക്കെ വായിച്ചു പഠിച്ചോ? ഇരുന്ന് വായിച്ചു പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ അണ്ടർലൈൻ ചെയ്തത് മാത്രമൊക്കെ പഠിക്കാണ്ടേ മൊത്തമൊക്കെ ഒന്ന് പരീക്ഷയ്ക്ക് വേണ്ടി അണ്ടർലൈൻ ചെയ്തത് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് കൂടി റെഫർ ചെയ്ത് നോക്കണം ഓരോ പോർഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം, എന്നാലല്ലേ പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും നമുക്ക് എളുപ്പമാക്കി മാറ്റാൻ പറ്റുള്ളൂ. അതിന്റെ ബുക്കിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിലുള്ള കാര്യങ്ങൾ വായിച്ചുകൂടി നോക്കണോട്ടാ. അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി ടീച്ചേഴ്സ് ഇങ്ങനെ മെയിൻ പോയിന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് മാത്രം പഠിക്കരുതേ. ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കിക്കോ. കാരണം പിന്നീട് നമുക്ക് എക്സാം അല്ല, അതിനേക്കാൾ ഉപരി അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പല എന്താ പറയാ എവിടെയെങ്കിലൊക്കെ ജോലിക്ക് വേണ്ടി കയറുമ്പോൾ നമുക്ക് ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഈ ഒരു നോളജ് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മൾ ആ കാര്യമൊക്കെ അറിഞ്ഞിരിക്കണം. ഇന്ന കാര്യങ്ങളൊക്കെയാണ് എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ. ഓക്കെ, വരുന്നവർ വരട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ആകെ 2 കുട്ടികളാണ് ക്ലാസ്സിലുള്ളത്, നമ്മള് ഗീതവും നയനയും മാത്രം. സോ നമുക്ക് ക്ലാസ് തുടങ്ങാം. സമയം നമ്മളിപ്പോ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവരെ ഞാൻ വന്നില്ലെങ്കിലോ, സോ ഇറ്റ് വിൽ ബി ദ വേസ്റ്റ് ഓഫ് ടൈം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താ പറയാ, ഇതായിരുന്നു. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ. ഏതായിരുന്നു അത്? നമ്മുടെ നമ്മള് എന്താ പറയാ സ്റ്റെപ്സ് ഇൻ റീഗ്രസൽ, അതായത് നമ്മുടെ ഇൻഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ കുറച്ച് സ്റ്റെപ്പുകളാണ്. അതായത് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും എംപ്ലോയീസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ എടുക്കേണ്ട ചില നടപടികൾ. ആ നടപടികൾ ഒരു കൃത്യതയോടെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് ശിക്ഷ കൊടുക്കുന്ന രീതിയിലേക്കല്ല. അതിന് ഓരോ കൃത്യമായ സ്റ്റെപ്സ് ഉണ്ട്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, അതിനുശേഷം ചാർജ് ഷീറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ചാർജ് ഷീറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചാർജ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ എക്സ്പ്ലനേഷൻസ് ആണ് എംപ്ലോയിക്ക് തരാനുണ്ടോ ഇല്ലേ അങ്ങനെയുള്ള ഒരു കരുതല്. അപ്പൊ അവർക്കത് താൻ ചെയ്ത കുറ്റമാണോ അത് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലാതെ ഞാൻ ചെയ്തതല്ല, എനിക്ക് അതിന് എക്സ്പ്ലനേഷൻ ഉണ്ട്, അതിന് പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞ് വേണമെങ്കിൽ തെളിവുകളൊക്കെ തരാം. അപ്പൊ അതുകൊണ്ട് റെഫ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ എനിക്ക് അതൊന്ന് പറയാനോ അല്ലെങ്കിൽ എന്റെ എക്സ്പ്ലനേഷൻ തരാനോ എനിക്ക് കുറച്ച് സാവകാശം തരാം, ഒരു ടൈം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരണം, അങ്ങനെയുള്ള കാര്യങ്ങള്. ഇതൊക്കെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു നോട്ടീസ് കൊടുക്കുന്നു. എൻക്വയറിക്ക് വരും, നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങൾ എന്താണ് മിസ്കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്തത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു എൻക്വയറി ഓഫീസർ വരുന്നതായിരിക്കും. അപ്പൊ ഓഫീസർ ആരാണെന്നും അതുപോലെ തന്നെ ഏതൊക്കെ സമയത്ത് ഏത് ഡേറ്റിലാണ് ഏത് ടൈമിലാണ് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് എൻക്വയറി നടത്താനായിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് ഓഫ് എൻക്വയറി. പിന്നെ എന്താ പറയാ, അതിനുശേഷം ആ ഒരു മിസ്കണ്ടക്റ്റിന്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നോക്കി ആൾക്ക് വേണ്ട പണിഷ്മെന്റുകൾ, അത് ചിലപ്പോൾ സസ്പെൻഷൻ ആകാം. സസ്പെൻഷൻ ആണെങ്കിൽ തന്നെ അത് വേണമെങ്കിൽ പേയ്മെന്റ് കൊടുത്തിട്ടുള്ള സസ്പെൻഷനും ആകാം, വിത്തൗട്ട് പേ. അപ്പൊ പേയ്മെന്റോട് കൂടിയോ അല്ലെങ്കിൽ പേയ്മെന്റ് ഇല്ലാതെയോ എന്ന് വെച്ചാൽ സസ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര സമയത്തേക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, സോ പേയ്മെന്റ് വിൽ നോട്ട് ബി ഗിവൺ അല്ലെങ്കിൽ വിൽ ബി ഗിവൺ. പേയ്മെന്റ് ഉണ്ട്. എന്താ പറയാ, അന്വേഷണം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ആള് എന്താ പറയാ പറയുന്ന എംപ്ലോയി ഒരു ഗിൽറ്റി പേഴ്സൺ ആണ്, തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ
അവർക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിത്ത് പേയോ വിത്തൗട്ട് പേയോ മാനേജ്മെന്റിന്റെ ആ ഒരു ഡിസിഷൻ ആണത്. മാനേജ്മെന്റിന്റെ റൈറ്റ്, അവകാശമാണ് ആൾക്ക് സാലറി കൊടുക്കണം വേണ്ടിയിട്ടുള്ളത്. എന്നാൽ ഈ പറയുന്ന എന്താ പറയുക, സസ്പെൻഷൻ കൊടുത്തിട്ട് ആളെ കുറിച്ച് അന്വേഷണമൊക്കെ കഴിയാനായിട്ട് ചിലപ്പോൾ ഇതിനും കൂടി സമയം നീട്ടി എടുക്കേണ്ടി വരികയാണെങ്കിൽ, എക്സ്റ്റൻഷൻ ഓഫ് ടൈം വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും മാനേജ്മെന്റ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവരുടെ ആ എക്സ്റ്റൻഷൻ പീരീഡിൽ എത്രത്തോളം സമയമാണ് നീട്ടിയത് ആ ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള, അപ്പൊ ചിലപ്പോൾ ഒരാഴ്ച കൂടി നീട്ടി അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നീട്ടിയെങ്കിൽ ആ എക്സ്റ്റൻഷൻ പീരീഡിൽ എന്തായാലും സാലറി കൊടുക്കണം എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഒരു ഡൊമസ്റ്റിക് ആയിട്ട് പേഴ്സണൽ ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തണം, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നടത്തണം. എംപ്ലോയിയുമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്ക് ഇല്ലാണ്ടാക്കാനും എംപ്ലോയി കുറച്ചും കൂടി എന്താ പറയാ ഫ്രാങ്ക് ആയിട്ട് ഓപ്പൺ ആയിട്ട് ആളുടെ ചില കാര്യങ്ങളൊക്കെ പറയാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഓൾറെഡി ഈ നടത്തുന്ന ഫൈൻഡിങ്സ് ഷുഡ് ബി റെക്കോർഡഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ആള് നടത്തുന്ന എൻക്വയറീസ് എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി തന്നെ സൂക്ഷിക്കുക. ഏതൊക്കെ സ്ഥലത്തുനിന്ന് ഈ ആളെ കുറിച്ച് അല്ലെങ്കിൽ ആ എംപ്ലോയീസിനെ കുറിച്ച് ഇത്തരം മിസ്കണ്ടക്ട് വന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതൊരു പ്രൂഫാണ്. അല്ലാണ്ട് വാക്കുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കണ്ടെത്തി ഇങ്ങനെ കണ്ടെത്തി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ സബോർഡിനേറ്റ്സിന്റെ കൂടെ നിന്നായിരിക്കാം നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലാതാക്കാനുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തത്. കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിൽ നിന്നായിരിക്കാം. അതുപോലെ തന്നെ എന്താ പറയാ മറ്റുള്ളവർ കൊടുത്ത എക്സ്പ്ലനേഷൻസിൽ നിന്നായിരിക്കാം. പിന്നെ ആ ആളോട് തന്നെ ചോദിച്ച്, ആ കുറ്റവാളിയായ ആളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതായിരിക്കാം. പിന്നെ നമ്മളുടേതായ ഒപ്പീനിയൻ, നമ്മളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. ഈ പറയുന്ന കാര്യം നമ്മുടെ നിഗമനങ്ങൾ, നമ്മുടെ കൺക്ലൂഷൻസ്, അതും ഒക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നീടാണ് നമ്മൾ അതിന് വേണ്ട സീരിയസ്നെസ് അനുസരിച്ച് പണിഷ്മെന്റ് കൊടുക്കുക. ഇനി പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ആ പണിഷ്മെന്റ് എന്നുള്ളത് കൃത്യമായിട്ട് എന്താണ് പണിഷ്മെന്റ് എന്നും എവിടെ വെച്ചിട്ടാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ആ കൾപ്രിറ്റിനോട്. ഇറ്റ് മീൻസ് ദ പേഴ്സൺ ഹു ഈസ് ടേംഡ് ആസ് ഗിൽറ്റി, ആ തെറ്റുകാരൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ചെയ്ത ആള്, ആ കുറ്റവാളി ആരാണോ ആളോട് കൃത്യമായിട്ട് എന്താ പറയുക പണിഷ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തണം. അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത് അല്ലെ. ദ കറസ്പോണ്ടൻസ് ഓഫ് ദ പണിഷ്മെന്റ് മസ്റ്റ് എക്സ്പ്ലെയിൻ ആണോ നോക്കിയേ. ഇവിടെ നിന്നാണോ? റൈറ്റ്, ഇവിടെ നിന്നല്ലേ? അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഓഫ് പണിഷ്മെന്റ് അവിടെ നിറയെ പറയണം. ഓക്കെ, അത് തന്നെ. യെസ്. അപ്പൊ നമ്മളുടെ ഇത്തരം പണിഷ്മെന്റ് എന്താണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാനേജ്മെന്റിന് ഡിസൈഡ് ചെയ്തു അവര് ഇന്ന പണിഷ്മെന്റ് ആണ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ കൾപ്രിറ്റ്, ആ കുറ്റവാളിക്ക് കൊടുക്കുന്ന, ആ എംപ്ലോയിക്ക് ആണ് ചെയ്ത മിസ്കണ്ടക്റ്റിന് നമ്മൾ ഇന്ന പണിഷ്മെന്റ് ആണ് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. അത് അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് മിസ്കണ്ടക്ട്, എത്രത്തോളം എന്താ പറയുക തീവ്രമായ മിസ്കണ്ടക്ട് ആണോ ചെയ്ത അതിന്റെ അനുസരിച്ച്, ആ ഒരു അളവിനനുസരിച്ച് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആയിരിക്കും ആൾക്ക് എംപ്ലോയിക്ക് അവോർഡ് ചെയ്യാം. സോ ആഫ്റ്റർ ഡിസൈഡിങ് ദ പണിഷ്മെന്റ്, ആ പണിഷ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ആഫ്റ്റർ ടേക്കിംഗ് എനി ഡിസിഷൻ റിഗാർഡിംഗ് ദ പണിഷ്മെന്റ് ടു ബി പ്രൊവൈഡഡ് ടു ദ എംപ്ലോയി, ആ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, എംപ്ലോയിനെ കുറിച്ച് ഇന്ന പണിഷ്മെന്റ് ആണ് കൊടുക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി കൺവേഡ് ടു ദ എംപ്ലോയി. ആ എംപ്ലോയിയോട് ആരാണോ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി അവർക്ക് എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ അവരോട് അത് കൃത്യമായിട്ട് കൺവേ ചെയ്യണം. ഇന്ന പണിഷ്മെന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു കൺവേ ചെയ്യുന്ന സമയത്ത് ഹു ഇസ് ദ കൺവേയർ, ആരാണോ ആ എന്താ പറയാ പണിഷ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അറിയിക്കുന്നത് എംപ്ലോയിനെ, ആ കറസ്പോണ്ടൻസ് എന്നുവെച്ചാൽ അത് മനസ്സിലാക്കി കൊടുക്കുന്ന ആള്, ആ കറസ്പോണ്ടൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു കുറ്റവാളിയോട് അല്ലെങ്കിൽ മിസ്കണ്ടക്ട് വരുത്തിയ എംപ്ലോയിയോട് പറയേണ്ടത്, എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് ആ പോയിന്റ് വൈസ് കൊടുത്തിരിക്കുന്നത്. ആ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റീസൺ ഫോർ ചാർജ് ഷീറ്റ് ഇഷ്യൂഡ് ടു ദ എംപ്ലോയി, എന്തിനാണ് ആ എംപ്ലോയിക്ക് ഇങ്ങനെ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തേക്കുന്നത്? ഞാൻ ചിലപ്പോ ഒരു മിസ്കണ്ടക്ട് ചെയ്തു, ചിലപ്പോൾ ഞാൻ തന്നെ അറിയുന്നത് ചിലപ്പോൾ ഈ ചാർജ് ഷീറ്റ് കിട്ടുമ്പോഴായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു മിസ്കണ്ടക്ട് ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന്. ക്ലിയർ ആയോ? That means ചിലപ്പോ the employees may not be aware of that particular conduct. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതൊരു മിസ്കണ്ടക്ട് ആണോ എന്ന് ചിലപ്പോ എന്താ പറയാ ബോധ്യത്തോടുകൂടി ചെയ്യുന്നതല്ല, അറിയാതെ ചിലപ്പോൾ തെറ്റുപറ്റി പോയതാകാം. അപ്പൊ ചിലപ്പോൾ ഈ ചാർജ് ഷീറ്റ് ഇങ്ങനെ ഒരു കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് ആ കുറ്റക്കാരന് ആ ചാർജ് ഷീറ്റ് കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാം. അതെന്തായാലും കൃത്യമായിട്ട് അതിന്റെ റീസൺ അടക്കം, എന്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു ചാർജ് ഷീറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതിന്റെ കാരണസഹിതം എന്ത് ചെയ്യണം, കറസ്പോണ്ടന്റ് ഈ പറയുന്ന പണിഷ്മെന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം.
പിന്നെ റീസൺസ് ആൻഡ് മെത്തേഡ് ഓഫ് എൻക്വയറി. നിങ്ങൾ ഈ ഒരു മിസ്കോണ്ടക്ട് ചെയ്തു, അതുകൊണ്ട് അതിന് ഞങ്ങൾ ഒരു അന്വേഷണം നടത്തി, അതിന്റെ അന്വേഷണം നടത്താനുണ്ടായ കാരണവും അന്വേഷണത്തിന്റെ റിസൾട്ടും എന്തൊക്കെ, എങ്ങനെയാണ് അന്വേഷിച്ചത്, അതുപോലെ തന്നെ ഇന്ന കാര്യം നിങ്ങൾ ചെയ്തു ഞങ്ങൾക്ക് തോന്നി, ബോധ്യം വന്നതുകൊണ്ട് അന്വേഷണം നടത്തി, അന്വേഷണം ചെയ്ത രീതികളും മറ്റുമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ എംപ്ലോയി അറിയണം ഇന്ന രീതിയിലാണ് ഇവർ അന്വേഷണം നടത്തിയത്, അന്വേഷണത്തിൽ നിന്ന് അവര് നമ്മള് കുറ്റക്കാരനായി കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് കൂടി ഉറപ്പിക്കാം, ശരി അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ ആ ഒരു കാര്യം ചെയ്തു, ഞാൻ അറിയാതെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ അത് പ്രോപ്പർ വേ ഓഫ് അല്ലെങ്കിൽ പ്രോപ്പർ മെത്തേഡ് ഓഫ് എൻക്വയറി ആണെങ്കിൽ ശരിയായ രീതിയിൽ അന്വേഷിച്ചു, അല്ലാണ്ട് നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത നമ്മളോട് ഏതെങ്കിലും വ്യക്തിവൈരാഗ്യമുള്ള ആളുകളോടാണ് അന്വേഷിച്ചെങ്കിലോ ചിലപ്പോ അവർക്ക് അറിയുള്ളതും അറിവില്ലാത്തതും ഒക്കെ ചിലപ്പോൾ നമ്മളെ കുറിച്ച് വേണ്ടാത്ത കാര്യമൊക്കെ ചിലപ്പോ അറിയിച്ചിട്ടുണ്ടാവും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനോട്. അപ്പൊ അത് ചിലപ്പോ എന്താ പറയാ കൃത്യത ഉണ്ടാകില്ല, അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആകണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റീസണും മെത്തേഡ് ഓഫ് എൻക്വയറി, ഏത് രീതിയിൽ നമ്മൾ എൻക്വയറി നടത്തിയെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഈ എൻക്വയറി നടത്തിയെന്നും കൃത്യമായിട്ട് കറസ്പോണ്ടന്റ് ആ ഒരു എന്താ പറയാ കൺസേൺഡ് ആയിട്ടുള്ള എംപ്ലോയിയെ അറിയിച്ചിരിക്കണം. ഇന്ന കാരണം കൊണ്ട് നിങ്ങളേത് ഒരു മിസ്കണ്ടക്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിന് ഞങ്ങൾ ഒരു എൻക്വയറി നടത്തി, പിന്നെ ആ എൻക്വയറി ഈ രീതിയിലാണ് നടത്തിയത്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് അന്വേഷിച്ചു, അല്ലെങ്കിൽ ഇന്ന ഒരു മെത്തേഡിലൂടെ ഞങ്ങൾ കാര്യം കണ്ടെത്തി എന്നുള്ളത് കൃത്യമായി അറിയിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, റിസൾട്ട്സ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഡൺ ബൈ ദ ഓഫീസർ. അതിനുശേഷം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയ ആ റിസൾട്ട്, അതിന്റെ ആ ഒരു എന്താ പറയാ ആൻസർ ശരിയാണോ തെറ്റാണോ എന്താണോ അത്, ആ റീസൺ അല്ലെങ്കിൽ ആ റിസൾട്ട് കൃത്യമായിട്ട് അതും നമ്മുടെ എംപ്ലോയിയെ അറിയിക്കണം. ഞങ്ങൾ കണ്ടെത്തിയപ്പോൾ അത് ശരിയാണ്, നിങ്ങൾ തെറ്റുകാരനാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ആ ഒരു കണ്ടെത്തലുകളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് കൃത്യമായിട്ട് ആളെ അറിയിച്ചിരിക്കണം. പിന്നെ ഡിസിഷൻസ് ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് റിഗാർഡിംഗ് ദ ആക്ഷൻസ്. ഇനി എന്താ പറയാ ഈ പറയുന്ന എംപ്ലോയിക്കെതിരെ എടുക്കുന്ന ആക്ഷൻ എന്താണോ മാനേജ്മെന്റ് എടുക്കുന്നത് അതിനെ കുറിച്ച്, മാനേജ്മെന്റ് ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണോ വേണ്ടേ എന്നൊക്കെ മാനേജ്മെന്റ് ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, whatever it may be, അതെന്താണോ ആ തീരുമാനവും ആരെ അറിയിക്കണം, എംപ്ലോയിനെ അറിയിക്കണം. പിന്നെ വാട്ട് ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്, ഏത് രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് ആ എംപ്ലോയിക്ക് കൊടുക്കുന്നത് അതും ആളെ അറിയിച്ചിരിക്കണം. കാരണം ആ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാനായിട്ട് ചിലപ്പോ ഫിസിക്കലി മെന്റലി ആള് ഒന്ന് പ്രിപ്പയർഡ് ആകണം അല്ലെ. അല്ലെ പെട്ടെന്ന് ഒരു പണിഷ്മെന്റ് ഒക്കെ കിട്ടുമ്പോ ചിലപ്പോ അവർക്ക് ചിലപ്പോ ചിലർക്ക് അത് ചിലപ്പോ എന്താ പറയാ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് താങ്ങാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരെ അത് കൃത്യമായിട്ട് അറിയിക്കുക, ഇന്ന പണിഷ്മെന്റ് ആണ്. അപ്പൊ ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എംപ്ലോയിയോട്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഡേറ്റ് ഫ്രം വിച്ച് ദ പണിഷ്മെന്റ് വിൽ ബി ആപ്ലിക്കബിൾ. എന്ന് മുതലാണ് നിങ്ങളുടെ ആ പണിഷ്മെന്റ്, നിങ്ങൾക്ക് ആ ശിക്ഷ വരുന്ന അല്ലെങ്കിൽ ആരംഭിക്കുന്ന ഡേറ്റ്, ചിലപ്പോൾ ഡിസ്മിസൽ ആകാം, സസ്പെൻഷൻ ആകാം. അപ്പൊ ഇന്ന ദിവസം മുതൽ നിങ്ങൾക്ക് സസ്പെൻഷൻ ആണ്, കാരണം അങ്ങനെ ഒരു പണിഷ്മെന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഡേറ്റ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. But these all things have to be disclosed by the correspondent to the concerned employee while the punishment is to be communicated. ഒരു എംപ്ലോയിനോട് അവരുടെ പണിഷ്മെന്റിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടന്റ് കൃത്യമായി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എംപ്ലോയിയെ അറിയിച്ചിരിക്കണം. ക്ലിയർ ആയോ ആ പോയിന്റുകൾ? 6 എണ്ണോ? ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ഇല്ലല്ലോ? ഓക്കെ, സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഡിസിപ്ലിനറി ഒരു പ്രൊസീജിയറിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. അപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും എംപ്ലോയി they are making any misbehavior or misconduct in the organization, these are the steps to be followed by the management. ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ഈ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് അനുശാസിക്കേണ്ടത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യതയോടെ, അല്ലാണ്ട് ഒരാള് എന്തെങ്കിലും തെറ്റുകാരനാണെന്ന് ആരെങ്കിലും വഴി പറഞ്ഞു കേട്ട ഉടനെ ചെന്ന് അവരെ പണിഷ് ചെയ്യുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. കാരണം ആഫ്റ്റർ ദ ഇൻവെസ്റ്റിഗേഷൻ ഈ ആ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മറ്റേതെങ്കിലും സോഴ്സിൽ കൂടി വി ആർ ഫൈൻഡിങ് ദാറ്റ് പേഴ്സൺ ഈസ് ഇന്നസെന്റ്, ആ പറഞ്ഞ വ്യക്തി നിഷ്കളങ്കനാണ്, ആൾ അങ്ങനത്തെ കുറ്റം ചെയ്തറിയ, അത് ആള് ചെയ്തതല്ല മറ്റൊരാളാണ് ചെയ്തത് എന്നുള്ളതെങ്ങാനും പിന്നീട് മനസ്സിലാക്കേണ്ടി വന്നാൽ അതിന്റെ കോൺസിക്വൻസസ് വിൽ ബി വെരി ഗ്രേറ്റ് അല്ലെ. അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആൾക്ക് കൊടുക്കാനുള്ള ശിക്ഷ മുഴുവനും കൊടുക്കുകയും ചെയ്തു, ആള് കുറ്റക്കാരനല്ലാന്നോ ആണോന്നൊന്നും നമ്മൾ നോക്കാണ്ട് വേഗം തന്നെ ഒരു ആരോയോ എവിടുന്നോ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു പണിഷ്മെന്റ് ആൾക്ക് കൊടുക്കുന്നു. പിന്നീട് ആള് കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൊടുത്ത് സമ്മതിച്ചിരിക്കാൻ പറ്റുമോ? നെവർ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ടാണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് എന്നതാണ്.
Now we are going to learn the guidelines for disciplinary procedure. Disciplinary procedure conduct ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ അറിയേണ്ട ചില ഗൈഡ് ലൈൻസ് ആണ്, ചില നിയമപരമായിട്ടുള്ള വശങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ ദീസ് തിങ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ ടേക്കിംഗ് എനി ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത്, ഗൈഡ് ലൈൻ പോലെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ വിച്ച് ആർ ദേ, എന്താണ് അതൊക്കെ? ഒന്നാമത്തെ, പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. എന്ത് ചെയ്യണം? ഒരു ആള്, ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് വൈ they have some information regarding such employees that they have made any mistake or misconduct. ഏതെങ്കിലും ഒരു എംപ്ലോയിയോ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയിയോ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തുവെന്നോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകൾ മൊത്തത്തില് എന്താ പറയാ ഒരുമിച്ച് എന്തെങ്കിലും ഒരു റൂൾ ആൻഡ് റെഗുലേഷൻ വയലേറ്റ് ചെയ്തുവെന്നോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. ഈ അപ്പൊ തന്നെ അവർക്കെതിരെ ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞത് എന്താണ്? നമ്മള് ഒറ്റയടിക്ക് പോയി എന്താ പറയാ പണിഷ്മെന്റ് കൊടുക്കുന്നതല്ല ആക്ഷൻ. ആ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ മുതലുള്ള ഓരോരോ സ്റ്റെപ്പുകൾ ചെയ്യാനുള്ള നടപടിക്രമം ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ? മനസ്സിലാവണ്ടോ? ഇപ്പൊ തന്നെ ടീച്ചർ പറഞ്ഞു ഓരോ നടപടികളായിട്ട് ചെയ്യണമെന്ന്. ഇപ്പൊ തന്നെ പറയുന്നു പ്രോംപ്റ്റ് ആക്ഷൻ എടുക്കുന്നു. ആ ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വേഗം തന്നെ പ്രവർത്തിക്കണം, വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ എന്നെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ തെറ്റായ ഒരു ഇൻഫർമേഷൻ, ഞാൻ തെറ്റായ ഇൻഫർമേഷൻ അല്ല, ഞാൻ തെറ്റുകാരിയാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ, എന്തെങ്കിലും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ വയലേറ്റ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ഏതെങ്കിലും സോഴ്സിൽ കൂടി മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിചാരിക്കാം. സോ ആസ് സൂൺ ആസ് പോസിബിൾ ആ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്താ? ഓടിച്ചെന്നിട്ട് ടീച്ചർ അതാണ് ചെയ്തു, അതുകൊണ്ട് ടീച്ചർ ഇന്ന ശിക്ഷ, അടുത്ത ദിവസം മുതൽ കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഷൻ ആണ്, അല്ലെങ്കിൽ ഇനി ടീച്ചറുടെ ജോലിക്ക് പറ്റാം, ടെർമിനേറ്റ് ചെയ്യുക, വിട്ടങ്ങട് എന്താ പറയാ ഓടിച്ചു കളയുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതല്ല. അത് ശരിയാണോ തെറ്റാണോ നമ്മൾ അന്വേഷിച്ചാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ കണ്ടുപിടിക്കല്, ആ കണ്ടെത്തലുകളിലേക്ക് വരുന്നതിന്റെ ആദ്യപടിയായിട്ട് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതാണ് പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ, ടൈംലി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. കൃത്യമായ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇടപെടേണ്ടത്. ഇടപെട്ട് അതിനനുസരിച്ച് നടപടികൾ ഓരോന്നായിട്ട് സ്വീകരിക്കണം. മനസ്സിലായോ? അപ്പോ ആഫ്റ്റർ ഫൈൻഡിങ് ദ റിസൾട്ട്, ഇതിന്റെയൊക്കെ എൻക്വയറി നടത്തി അതിനൊരു റിസൾട്ട് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? പെനാൽറ്റിയോ അല്ലെങ്കിൽ പണിഷ്മെന്റോ വട്ടെവർ ഇറ്റ് മേ ബി. ചിലപ്പോ ശിക്ഷയായിരിക്കാം കൊടുക്കുക, ചിലപ്പോ എന്തെങ്കിലും ഫൈൻ അടപ്പിക്കലായിരിക്കാം, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. സാധാരണ അങ്ങനെ തന്നെയാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങള്. തെറ്റിക്കുന്ന ആളുകൾക്കെതിരെ ഫൈൻ. നമ്മളിപ്പോ വണ്ടി വാഹനമൊക്കെ ഓടിച്ചു പോകുന്നു, ഹെൽമെറ്റ് വെച്ചില്ല എങ്കിൽ എന്താണ്? അപ്പൊ തന്നെ നിർത്തിയിട്ട് പോലീസിന്റെ അടിയിട്ടാണോ ആ പണിഷ്മെന്റ് ആണോ കിട്ടുന്നത്? അല്ല, നമ്മളുടെ ഇത് റീഡ് ചെയ്തിട്ട് ഇപ്പൊ ക്യാമറാസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് അത് പണിഷ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരു പെനാൽറ്റി, ഫൈൻ അടയ്ക്കാൻ ഇത്ര രൂപ, അല്ലെ? അത് അടയ്ക്കാൻ പറഞ്ഞു വരും. അത് നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോയി അടയ്ക്കുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അടയ്ക്കുക. ഓക്കെ, അതുപോലെ അപ്പൊ ഓർഗനൈസേഷനിൽ ഏതെങ്കിലും എംപ്ലോയീസ് ഇതുപോലെ തെറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലോസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് ചിലപ്പോ ശിക്ഷയായിരിക്കാം. അത് ഡിസ്മിസൽ, എന്താ പറയാ സസ്പെൻഷൻ, അതുപോലെ തന്നെ ടെർമിനേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ ഡിമോഷൻ, പ്രൊമോഷന് പകരം ഡിമോഷൻ കൊടുക്കുക. അത് എന്താ പറയാ എത്രത്തോളം ഡിഗ്രി ഓഫ് മിസ്കണ്ടക്ട്, ആ മിസ്കണ്ടക്ടിന്റെ തീവ്രത നോക്കിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഐദർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? പെനാൽറ്റി ഒക്കെ ഇമ്പോസ് ചെയ്യും. ഓക്കെ, അത് എന്താന്ന് വെച്ചാൽ നടപടിക്രമങ്ങൾക്ക് ശേഷം അതൊക്കെ ഇമ്പോസ് ചെയ്യാം. ഇനി അപ്പൊ എങ്ങനെയാണ് വൈ ഷുഡ് ഈ പറയുന്ന സ്റ്റെപ്സ്, ടൈംലി ആക്ഷൻ വൈ ഷുഡ് ബി ടേക്കൺ? എന്തിനാ അങ്ങനെ പെട്ടെന്ന് നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടത്? അതെന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ദാറ്റ് ഫർദർ എനി എംപ്ലോയി വിൽ നോട്ട് വയലേറ്റ് സച്ച് ലോ. ഇനി അവിടെയുള്ള ബാക്കി എംപ്ലോയീസ് ആരും തന്നെ ഇതുപോലെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കില്ല എന്ന് ഉറപ്പുവരുത്താനും, അതുപോലെ തന്നെ തെറ്റിക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് അതിനെ കുറിച്ച് ഒരു ബോധ്യം, ഒരു അവയർനെസ്, അയ്യോ തെറ്റിച്ചാൽ അതിന്റെ കോൺസിക്വൻസ് ഇതാണ്, പെനാൽറ്റി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പണിഷ്മെന്റ് സ്വീകരിക്കേണ്ടി വരും. ഓക്കെ, ഇതിനെ കുറിച്ചുള്ള ഒരു വാർണിംഗ് കൂടിയാണ് ഈ പറയുന്ന പ്രോംപ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് 2 മാസം കഴിഞ്ഞിട്ട് ഇനി ഏതെങ്കിലും എംപ്ലോയി ഇതുപോലെ തെറ്റ് ചെയ്യുമെന്ന് നോക്കട്ടെ എന്നുള്ളതൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രോംപ്റ്റ് ആക്ഷൻ എടുക്കണം എന്നാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ പറയുന്ന ഡിസിപ്ലിനറി പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഒരു ഗൈഡ് ലൈനുകളാണ് ഈ പറയുന്നത് കേട്ടാ. ഒന്നാമത്തെ, പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. ആ പോയിന്റുകൾ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്.
ഇനി അതില് രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ വേണം. അപ്രോപ്രിയേറ്റ് എൻക്വയറി ഷുഡ് ബി ഡൺ ആൻഡ് പെനാൽറ്റി ഷുഡ് ബി ഇമ്പോസ്ഡ് ഓൺ ദ കൾപ്രിറ്റ്. ആവശ്യം വേണ്ട എന്താ പറയാ അന്വേഷണങ്ങൾ നടത്തി ഏതെങ്കിലും രീതിയിൽ തെറ്റുകാരനാകുന്ന എംപ്ലോയിയോ എംപ്ലോയീസോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെന്റോ പെനാൽറ്റി എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, അടുത്തത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്. സി എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു എംപ്ലോയിയെ അവര് മിസ്കണ്ടക്ട് ചെയ്തു അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണിഷ്മെന്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഡിസിപ്ലിനറി ആക്ഷൻ എന്ത് തന്നെയാണോ അവർക്കെതിരെ എടുക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻ ചിലപ്പോഴൊക്കെ അതിനൊരു നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാകാറുണ്ട്. എന്ന് വെച്ചാൽ ആ എന്താ പറയാ പണിഷ്മെന്റ് കിട്ടിയ ആള് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് അവര് ചിലപ്പോ എന്താ പറയാ ഒരു നെഗറ്റീവായിട്ട് ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരിക മാനേജ്മെന്റിന് അഗേൻസ്റ്റ്. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അത് അവർ പ്രകടിപ്പിക്കുന്നത് മറ്റേതെങ്കിലും വളഞ്ഞ വഴി കൂടിയായിരിക്കും. മാനേജ്മെന്റിനെതിരെ ചില കരുനീക്കങ്ങളൊക്കെ നടത്താം. അപ്പോ ഇങ്ങനെയുള്ള മിസ്കണ്ടക്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ഇഫ് ദേ ആർ ഗിവിംഗ് സച്ച് പണിഷ്മെന്റ്, അങ്ങനെയുള്ള അവർക്ക് കൊടുക്കുന്ന ആ പണിഷ്മെന്റുകൾ അല്ലെങ്കിൽ അവർ ചെയ്ത മിസ്കണ്ടക്ട് എന്താണോ ഇതെല്ലാം കൃത്യമായി പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ എന്താ, എന്ത് തെറ്റാ ഇന്ന ആൾ ചെയ്തേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നുള്ളത് അത് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യുക. അത് ചെയ്തത് കൊണ്ടാണ് എനിക്കെതിരെ എന്ത് ചെയ്യുന്നത് പണിഷ്മെന്റ് എന്നത്. അപ്പൊ പണിഷ്മെന്റിൽ എനിക്ക് എന്താ പറയാ അത്രയധികം എനിക്ക് എന്താ പറയാ ഞാൻ അതിൽ എന്താ പറയാ എന്റെ ഒരു എന്താ പറയാ അതൃപ്തി ഡിസാറ്റിസ്ഫാക്ഷൻ, എനിക്ക് ആ പണിഷ്മെന്റ് കിട്ടിയപ്പോ എനിക്ക് ആ മാനേജ്മെന്റിനോടുള്ള വെറുപ്പ് തോന്നി അല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ എന്തെങ്കിലും വേറെ വളരെ വഴി കൂടി വേറെ എന്തെങ്കിലും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് മാനേജ്മെന്റിനോടുള്ള ദേഷ്യം, അവർക്ക് ഇന്നൊരു മിസ്കോണ്ടാക്ട് ചെയ്തപ്പോ അവർക്ക് അതിന് പണിഷ്മെന്റ് കൊടുക്കേണ്ടി വന്നു, ആ പണിഷ്മെന്റ് കിട്ടിയതിന്റെ പ്രതികാരം ചെയ്തതാകാം. ഓക്കെ, സോ എന്ത് മിസ്കോണ്ടാക്ട് ഏത് എംപ്ലോയീസ് ചെയ്താലും ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഫോമിൽ അത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. കാരണം ഇറ്റ്സ് എൻ എവിഡൻസ്. റിട്ടേൺ ഫോമിൽ എഴുതി വെക്കുന്നതാണ് എവിഡൻസ്. വാക്കുകൊണ്ട് പറഞ്ഞതൊന്നും ഒരു എവിഡൻസും അല്ല. അല്ലെ, ഇന്ന് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, നാളെ വന്നിട്ട് ഞാൻ വേറെ പറയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ടീച്ചർ ഇന്നലെ ഇതല്ലല്ലോ പറഞ്ഞ വേറെയാണല്ലോ പറഞ്ഞ. അപ്പൊ ഞാൻ പറയും ഞാൻ പിടിച്ച കൊമ്പിന് 4 ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നും പറഞ്ഞ് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് മാറ്റി പറയാം. കാരണം വാക്കാണ്, അത് എനിക്ക് മാറ്റി പറയാം. പക്ഷെ ഇത് പറ്റൂല കേട്ടോ, കാരണം ഇത് ഇവിടെ റെക്കോർഡറാണ്, എവിഡൻസ് ആണ്. അപ്പൊ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, കേട്ടില്ലേ പണ്ടത്തെ ഒരു പ്രോവർബ്, വാക്കും പഴയ ചാക്കും കണക്കാണ് അല്ലെ. വാക്ക് ക്യാൻ ബി ചേഞ്ച്, നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒന്നാണ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യം വേണമെങ്കിൽ അടുത്ത നിമിഷം മാറ്റി പറയാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡിങ് അല്ലെങ്കിൽ. പക്ഷെ ഇവിടെ എനിക്ക് പറ്റില്ല. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞാലും അത് റെക്കോർഡാണ്. നാളെ വന്നിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ടീച്ചർ ഇന്നല്ല പറഞ്ഞ, ടീച്ചർ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല, ടീച്ചർ ഇന്നലെ ഈ ഒരു ഇങ്ങനെയല്ല ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം ഇത് റെക്കോർഡാണ്, നിങ്ങൾക്ക് എടുത്ത് പ്രൂഫായിട്ട് നിരത്താം. അപ്പോ ഇഫ് എനി എംപ്ലോയി, ഏത് എംപ്ലോയിയും ഇതുപോലെയുള്ള മിസ്കണ്ടക്ട് ചെയ്താൽ അത് എന്ത് മിസ്കണ്ടക്ട് ആണെന്ന് റിട്ടേൺ ഫോമിൽ ഒരു ഡോക്യുമെന്റ് പോലെ എഴുതി വെക്കുക. എങ്ങനെയായാലും അതിപ്പോ സേവ് ചെയ്യേണ്ട ഇതുപോലെയുള്ള നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്ന ഇൻഫോർമേഷൻ ആയിട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് കൈകൊണ്ട് മാനുവലി എഴുതുന്നതായിട്ടോ ഫോട്ടോസ് ക്ലിപ്സ് ആയിട്ടോ അല്ലെ, ഫോട്ടോസ് ആയിട്ട് പിക്ക് ഒക്കെ എടുത്ത് വേണമെങ്കിൽ ഫോട്ടോ ആയിട്ട് വെക്കാം. ഇന്ന പ്രവൃത്തി ചിലപ്പോ ഈ ക്യാമറാസ് ഒക്കെ അതിനാണല്ലോ ഇന്ന് ഓർഗനൈസേഷനിൽ വെച്ചേക്കണേ. മോഷണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും ക്യാബിനിൽ കയറിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റെക്കോർഡ്സിൽ മാറ്റങ്ങൾ വരുത്തുന്ന എംപ്ലോയീസും ഉണ്ട്. ഒരു ഓർഗനൈസേഷനിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് അവിടെ തന്നെ ചീറ്റിംഗ് നടത്തുന്ന എംപ്ലോയീസും പല കാര്യങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ ഒക്കെ നമ്മൾ അറിയുന്നത്. ഈ എല്ലാവരും ഇന്നസെന്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ആണോ, ലോയൽറ്റിയോടെ ജോലി ചെയ്യുന്നവരാണോ? അല്ല. 100 ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഒരെണ്ണമൊക്കെ ഇങ്ങനത്തെ ഉണ്ടായിരിക്കും അല്ലെ. എന്ത് കണ്ടാലും അതിനെ നെഗറ്റീവ് അടിക്കാം, മാനേജ്മെന്റിനോട് വെറുതെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള എന്താ പറയാ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ അവര് എന്ത് കണ്ടതും കേട്ടതും ഒക്കെ തൊട്ടുന്നതും പിടിക്കുന്നതും ഒക്കെ അവര് തെറ്റായ രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. അങ്ങനെ വന്ന് ചിലപ്പോ എന്ത് എന്താ പറയാ മിസ്ബിഹേവിയർ ചെയ്യാനോ മടിയില്ലാത്ത ചില ആളുകളുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഓർഗനൈസേഷനിൽ പല ക്യാമറാസ് ഒക്കെ നമ്മൾ വെച്ചേക്കുന്നതുകൊണ്ട് ഇതിലൊക്കെ അതിന്റെ ഇതൊക്കെ ഫുട്ടേജ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്ത് ഇന്ന കാര്യം ഉണ്ടോ. ഇപ്പൊ എന്ത് നടന്നാലും അപ്പൊ തന്നെ അവിടെ എവിടെയെങ്കിലും പരിസരത്ത് ക്യാമറ ഉണ്ടോ നോക്കാറില്ലേ? എന്താ ഈ ഉറങ്ങിപ്പോയാ? ആകെ 8 പേരുള്ളൂ. ഓക്കെ, യെസ്. എന്താണ് അപ്പോഴൊക്കെ തന്നെ നമ്മൾ പോയി നോക്കുന്നത് ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു, എന്തെങ്കിലും നമ്മുടെ വീട്ടില് രാത്രിയിലൊക്കെ നമ്മൾ എന്താ പറയാ എവിടെയെങ്കിലും പരിസരത്ത് കള്ളന്മാര് വന്നു പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, വേഗം സെർച്ച് ചെയ്യും ഏത് വീട്ടിലൊക്കെ ക്യാമറ ഉള്ളതെന്ന്, ആ പരിസരത്തിൽ കൂടി ഏത് കൂടി ആള് പോയേക്കണേ എന്നറിയാൻ വേണ്ടി നമ്മൾ വേഗം നോക്കുന്നത് ഇതിന്റെ ഫുട്ടേജ് ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ എവിഡൻസുകൾ കിട്ടും.
അതിൽ വെച്ചിട്ടാണ് എൻക്വയറീസ് നടത്തുന്നത്, അതിന്റെ ലാസ്റ്റ് അതിന്റെ റിസൾട്ടിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? അതുപോലെ ഓർഗനൈസേഷനിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എവിഡൻസ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. അത് പിന്നീട് അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് കോൺസിക്വൻസസ് നമ്മളെ ബാധിക്കും. നമ്മളിതൊന്നും ഡോക്യുമെന്റ് ചെയ്യുന്നില്ല, നമ്മൾ വാങ്ങോട്ട് പറയണം നിങ്ങൾ അങ്ങനെ ചെയ്തു, അവര് കണ്ടു എന്ന് പറയുന്നു, ഇവര് കണ്ടു എന്ന് പറയുന്നു എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കൃത്യമായ പ്രോപ്പർ എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ അതോറിറ്റി, ഓർഗനൈസേഷന്റെ ബന്ധപ്പെട്ട അധികാരികൾ അതിനു വേണ്ടിയിട്ട് പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഇതുപോലെ എംപ്ലോയീസ് മിസ്ബിഹേവ് ചെയ്താൽ അത് ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കണം. ഓക്കെ, സോ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് മിസ്കോണ്ടക്ട്, കൃത്യമായ ഡോക്യുമെന്റ് ആയിട്ട് എവിഡൻസ് ആയിട്ട് എംപ്ലോയി ചെയ്ത മിസ്കോണ്ടക്ടിന് അത് കൃത്യമായിട്ട് എന്താ പറയാ ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കണം എന്നാണ്. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? രണ്ടാമത്തെ പോയിന്റില് ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. In case any negative consequences arise after taking the disciplinary action, disciplinary action എടുക്കുന്നതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടായാൽ, ഓർഗനൈസേഷനിൽ ഉണ്ടായാൽ, മാനേജ്മെന്റിന് ഒരു റിട്ടേൺ എവിഡൻസ്, റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് അവരുടെ കയ്യിൽ ആ എംപ്ലോയിയുടെ മിസ്കണ്ടക്റ്റിനെ കുറിച്ചുള്ള സംഭവങ്ങൾ വേണം. അല്ലെങ്കിൽ നമ്മൾക്ക് തെളിവില്ല മുമ്പിൽ, അതാണ് പ്രശ്നം. ഓക്കെ, നെക്സ്റ്റ് വൺ, സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്. പിന്നെ ഈ അടുത്തത് വേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന മിസ്കോണ്ടക്റ്റുകൾ എംപ്ലോയീസ് വരുത്തുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി അത് മിസ്ബിഹേവിയർ ആണോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ ആരറിയണം? ഇവരെ സൂപ്പർവൈസ് ചെയ്യുന്ന എംപ്ലോയി, അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ജോലിക്കാരുണ്ട്, അവരറിയണം. എംപ്ലോയീസ് ഏതെങ്കിലും തരത്തിൽ തെറ്റ് വരുത്തുന്നുണ്ട്, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ഡ്യൂട്ടി ടൈമിൽ അവർ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു, ഇതുപോലെയുള്ള മിസ്ബിഹേവിയേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അത് മിസ്ബിഹേവിയർ ആണെന്നും ഇത് ആ ഡ്യൂട്ടി ടൈമിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണെന്നും അറിയണം. ആരറിയണം? ഇവരെ മോണിറ്റർ ചെയ്യുന്ന, ഇവരെ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് അറിയണം. ഇപ്പൊ ഇവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, ഇവരെല്ലാവരും കൃത്യമായിട്ട് അവരവരുടെ ക്ലാസ് എടുക്കുന്നുണ്ട്, അവരുടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായി റെഗുലർ ആയിട്ട് പോകുന്നുണ്ട്, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊന്നും നടത്തുന്നില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ഇതൊന്നും ഇവർ ചെയ്യാതെ തോന്നിയ പോലെ രീതിയിൽ ക്ലാസ് എടുക്കുകയാണ്, എന്താ പറയാ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ടല്ല ഫോളോ ചെയ്ത് പോകുന്നത്, ചിലപ്പോൾ ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം. അതിൽ ആരെങ്കിലും ഹെഡ് ഉണ്ടെങ്കിൽ ഹെഡ് അത് പരിശോധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പൊ അത് ശ്രദ്ധയിൽപ്പെടുത്താനും അതുപോലെ തന്നെ അത് അവർ ചെയ്യുന്നത് തെറ്റാണെന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ആ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്ക് വേണം. സോ സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ ക്വാളിഫൈഡ്. അപ്പൊ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ഓരോ സൂപ്പർവൈസർമാരും എത്ര പേരുണ്ടോ അവരെല്ലാവരും തന്നെ കൃത്യമായിട്ട് നല്ല വെൽ ട്രെയിൻഡും നല്ല ട്രെയിനിങ് ലഭിച്ച നല്ല ക്വാളിഫൈഡ് ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ള, ഇതുപോലെ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാൻ കഴിവ്, ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസിപ്ലിൻ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കേണ്ടത്. അല്ലാണ്ട് എന്താ പറയാ ഡിസിപ്ലിൻ ഒന്നും ഇല്ലാത്ത ഒരു സൂപ്പർവൈസറിനോട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നുണ്ടോ എംപ്ലോയീസ് എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് കാര്യമുണ്ടോ? ഞാൻ എന്താ പറയാ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാൻ, ബാക്കിയുള്ള ടീച്ചേഴ്സ് ഒക്കെ കൃത്യസമയത്ത് ക്ലാസ്സിൽ കയറണ്ടോ എന്നൊക്കെ നോക്കുന്നു, അല്ലെങ്കിൽ അവര് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നു എന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ട ആളാണ്. ഞാൻ എന്നിട്ട് കൃത്യത ഇല്ലാതെ വന്നാലോ? ഞാൻ 1:30 ക്ലാസ്സിന് 1:45 ക്ലാസ്സിൽ കയറുന്ന ടീച്ചർ വന്നിട്ട് നോക്കുകയാണ് ആരെങ്കിലും വന്നിട്ടുണ്ടോ, കുട്ടികളൊന്നും ഇല്ല, ഒരാളുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ ഒന്നും തുറക്കണ്ട, പിള്ളേരൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. നമ്മളുടെ പങ്ക്ച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിട്ടുള്ള ഒരു അടിയാണല്ലോ എന്ന് ചിലർക്ക് വിചാരിക്കണ്ടാവും. അപ്പൊ പറയാതെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ ആ കൃത്യതയോടെ അത് ചെയ്യണം. അപ്പൊ അത് ഞാൻ അറിയണം, സൂപ്പർവൈസ് ചെയ്യാൻ പോകുന്ന ഞാൻ അറിയണം, ഞാൻ പങ്ക്ച്വൽ ആകണം, എന്നാൽ ഞാൻ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയി ആകണം, എന്നാലും എനിക്ക് മറ്റുള്ളവര് അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ തെറ്റായ രീതി കാണിച്ചു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരോട് അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ പോസിബിൾ ആയിരുന്നു വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ ക്വാളിഫൈഡ് ഓഫീസേഴ്സ് ആണ് സൂപ്പർവിഷൻ ഓഫ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷനിലും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ഓൾസോ ക്ലിയർ അബൌട്ട്, അവർക്കും ബോധ്യം ഉണ്ടാവണം, അവര് വളരെ വ്യക്തതയുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവിടുത്തെ ഡിസിപ്ലിൻ പോളിസി എന്താണ് എഗെയിൻസ്റ്റ് ഡിസിപ്ലിൻ, ഡിസിപ്ലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി അറിവ് കഴിവ് ഉള്ളവരായിരിക്കണം ഓരോ സൂപ്പർവൈസേഴ്സും.
And also, if the employees have done some misconduct, abrupt actions should be taken. ഇനി ഏതെങ്കിലും എംപ്ലോയീസ് ഏതെങ്കിലും രീതിയിൽ മിസ്കണ്ടക്ട് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള അബ്രപ്റ്റ് ആക്ഷൻ, പെട്ടെന്നുള്ള നടപടിക്രമങ്ങൾ അത് സ്വീകരിക്കുകയും വേണം. ആരോടും മുഖം നോക്കാതെ. ചിലപ്പോൾ ചില സൂപ്പർവൈസേഴ്സിന് ചിലരോട് ചില ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാകാം, വ്യക്തിപരമായിട്ടുള്ള ഇത്. അപ്പൊ സൂപ്പർവൈസറിന്റെ ചിലപ്പോ വലം കൈന്നോ ഇടം കൈന്നോ ഒക്കെ അങ്ങനെയൊക്കെ ആൾക്കാർ പറയുമല്ലോ, ഓ ടീച്ചറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണെങ്കിൽ അവര് ഇതിപ്പോ അത് തെറ്റല്ല, ഇപ്പൊ ഞങ്ങൾ ഇതിപ്പോ അത് തെറ്റായി. ഓക്കെ, അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഫീലിങ്സ് ഒന്നും ഇല്ലാതെ ആര് തെറ്റ് ചെയ്താലും അതിന് അബ്രപ്റ്റ് ആക്ഷൻസ് എടുക്കാൻ കഴിവുള്ളവരുമായിരിക്കാം, മുഖം നോക്കാതെ ഫെയർ ആയിട്ട് എല്ലാവരെയും ട്രീറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ്, സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്. ക്ലിയർ? ഓക്കെ, അപ്പൊ അതിലും ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. വെൽ ക്വാളിഫൈഡ് ആൻഡ് വെൽ ഓഫീസേഴ്സ് ഷുഡ് ബി ഗിവൺ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. Then അടുത്ത പോയിന്റ്, ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ. അടുത്തത് എന്താ? ഡിസിപ്ലിനറി ആക്ഷൻ എങ്ങനെയായിരിക്കണം? ഫെയർ ആയിരിക്കണം. ഫെയർ, ഇവിടെ എന്താ ഫെയറിന്റെ അർത്ഥം? ഈക്വൽ ആയിരിക്കണം, എല്ലാവരോടും ഒരുപോലെ ആയിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണ്ടേ. തൊട്ടുമുകളിൽ ഞാൻ പറഞ്ഞതുപോലെ മുഖം നോക്കാതെ, പാർഷ്യാലിറ്റി കാണിക്കാതെ, എന്റെ പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ളവരോട് ഇന്ന രീതിയിൽ, മറ്റവരോട് വേറെ, അങ്ങനെയില്ല. ഹയർ ലെവൽ എംപ്ലോയി ആയിക്കോട്ടെ, ലോവർ ലെവൽ എംപ്ലോയി ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് മിസ്കണ്ടക്ട് ആണോ ചെയ്ത് ഹയർ ലെവൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന ആ ഒരു പണിഷ്മെന്റ് തന്നെ ലോവർ ലെവൽ എംപ്ലോയിക്ക്. അല്ലെങ്കിൽ ലോവർ ലെവൽ എംപ്ലോയിയോട് നമ്മൾ എങ്ങനെയാണ്, അവൻ വൈകി വന്നു, 2 ദിവസം വൈകി വന്നു അടുപ്പിച്ച്, ലോവർ ലെവൽ ഏറ്റവും താഴ്ത്തട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പിയൂണോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ നേരെ വൈകി വന്നു, അവർക്ക് ഭയങ്കര കടുത്ത ശിക്ഷ. നീ കഴിഞ്ഞ ദിവസം 2 ദിവസം നേരെ വൈകി വന്നിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് 2 ദിവസം നേരെ വൈകി വന്നുകൊണ്ട് നിന്റെ ഒരു ദിവസത്തെ ലീവ്, ഒരു ദിവസത്തെ സാലറി നമുക്ക് കട്ട് ചെയ്തില്ല. ഓക്കെ, വലിയൊരു പണിഷ്മെന്റ്. 2 ദിവസത്തെ വൈകി വന്നപ്പോ ഒരു ദിവസത്തെ മൊത്തം വേജസോ സാലറിയോ ശമ്പളോ കൂലിയോ എന്താന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തു എന്ന് പറയുന്നു. ഹയർ ലെവൽ എംപ്ലോയി സെയിം മിസ്റ്റേക്ക് ചെയ്യുന്നു, 2 ദിവസം അവര് വൈകി വന്നു, നമ്മൾ പറയാം ലെവൽ കൂടിയതല്ലേ, കുറച്ച് ടോപ്പ് ലെവലിലൊക്കെ ഉള്ള എംപ്ലോയി ആണ്. സോ അവിടെ നമുക്ക് ഒരു പാർഷ്യാലിറ്റി കാണിക്കാം. അവിടെ ഒരു വാർണിംഗ് കൊടുക്കുന്നത്, വൈകിയാട്ട വന്ന 2 ദിവസം വൈകി വന്നു, ഇത് ഇനി പാടില്ല എന്ന് പറഞ്ഞ് വാർണിംഗ് ചെയ്തു കൊടുക്കുന്നു. ഇറ്റ്സ് നോട്ട് ഫെയർ. അത് ശരിയാണോ? അത് ശരിയാണോ? അല്ല. ഒരു ഓർഗനൈസേഷനിൽ ഏത് ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് ആണോ, മിസ്കോണ്ടക്ട് ആണോ ചെയ്യുന്നത്, അത് ഏത് ലെവലിലുള്ള എംപ്ലോയീസ് ആയാലും ദ പണിഷ്മെന്റ് ഷുഡ് ബി ഫെയർ. അവിടെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെദർ ദേ ആർ ബിഗ് ഓർ സ്മാൾ, അവർ ചെയ്യുന്ന തെറ്റുകൾ ഏതാണ്, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഹയർ ലെവൽ എംപ്ലോയി ചെയ്യുന്നു, ലോവർ ലെവൽ എംപ്ലോയി ചെയ്യുന്നു എന്നുള്ളതായിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, അവർക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ബിഫോർ ടേക്കിംഗ് ദ ഡിസിപ്ലിനറി ആക്ഷൻ or before providing the punishment, the culprit should be given one chance to clear his viewpoints. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് അത് ആരായിക്കോട്ടെ, ടോപ്പ് ലെവലോ ലോവർ ലെവലോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അവർക്ക് അവരുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അവര് എന്താണ് തെറ്റ് ചെയ്യാനുള്ള കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ഒരു മനസ്സ് ഒരു ചാൻസ് എല്ലാവർക്കും കൊടുത്തിരിക്കണം. അത് ആരായാലും പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും അല്ല, ആർക്കായാലും അവരൊരു മറ്റവരുടെ നിന്ന് കേട്ടു, ഏത് ഹയർ ലെവൽ എംപ്ലോയി അവർ തക്കതായ കാരണം പറയുന്നത് ഇന്നതുകൊണ്ടാട്ടോ ഞാൻ 2 ദിവസം നേരം വൈകിയത്, അവരതിന് എന്താ പറയാ ഒരു റീസൺ പറഞ്ഞു. അത്ര വലിയ എന്താ പറയാ വലിയ ഒരു ഇത് കൊടുക്കേണ്ട ജെന്യൂൻ ആയിട്ടുള്ള റീസൺ അല്ല. സെയിം അതേപോലത്തെ തന്നെ റീസൺ വേറൊരാള് ലോവർ ലെവൽ എംപ്ലോയി പറയുന്നു, പക്ഷെ കൊടുത്ത ടൈപ്പ് ഓഫ് പണിഷ്മെന്റുകൾ 2 വ്യത്യസ്ത രീതിയിൽ, അത് ഫെയർ അല്ലാന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ് അതിന്റെ റീസൺ കേൾക്കാനൊക്കെ ഉള്ള ഒരു ചെറിയൊരു ചാൻസ് കൂടി ആ പറയുന്ന എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. ക്ലിയർ ആയോ? Disciplinary action should be fair. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഡിസിപ്ലിനറി ആക്ഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് ഷുഡ് ബി ഫെയർ ആൻഡ് ഇംപാർഷ്യൽ. പക്ഷപാതമില്ലാതെ വളരെ ഈക്വൽ ആയ രീതിയിലുള്ള പണിഷ്മെന്റുകളാണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന രീതിയിൽ മാനേജ്മെന്റ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. ഇനി എന്താ, ഈ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ അത് ഒരു പ്രൈവറ്റ് ആയിട്ട്, അത് പ്രൈവറ്റ് സ്വകാര്യമായിട്ട് അല്ലെ, ചില പ്രഹസനങ്ങളാവരുത്. എന്താ പറയാ, ചില എന്തെങ്കിലും ചെറിയ തെറ്റുകളോ വലിയ തെറ്റുകളോ ഒക്കെ ചെയ്ത എംപ്ലോയീസ് അവരെ പിടിച്ച് അങ്ങനെ എല്ലാ എംപ്ലോയീസിനെയും കൂട്ടി നിർത്തി അവരെ എന്താ പറയാ പ്രഹസനം പോലെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് വലിയ ഒരു എന്താ പറയാ കുറെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്ത് ഇയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ
ഒരു വലിയൊരു സീനൊക്കെ സൃഷ്ടിച്ച് ആൾക്ക് പണിഷ്മെന്റ് കൊടുക്കാതിരിക്കുക. അതൊരു പ്രൈവറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ വളരെ സ്വകാര്യമായിട്ട് അറിയാം ഇതൊരു ആൾ ചെയ്തത് മിസ്കോണ്ടക്ട് ആണ്, മിസ്ബിഹേവിയർ ആണ് എങ്കിലും ആൾക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് അങ്ങനെ കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ മേക്കിംഗ് എ ഫൺ ഓഫ് ഹിം അല്ലെ, ഹിം ഓർ ഹർ, അവരെ ഒരു പെണ്ണോ ആണോ ആരായിക്കോട്ടെ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാക്കാതെ, കാരണം അവരുടെ കൂടെ ജോലി ചെയ്തവരാണ്, അല്ലെങ്കിൽ ഇനിയും ചിലപ്പോ ഈ പണിഷ്മെന്റ് ഒക്കെ കിട്ടിയതിനു ശേഷവും ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ഇവരൊപ്പം തന്നെ ജോലി ചെയ്യേണ്ടതാ. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ അങ്ങനെ ഒരു കുറ്റവാളിയാണെന്നുള്ള ആ ഒരു ബ്ലാക്ക് മാർക്ക് എന്നും നിലനിൽക്കും. സോ ടു അവോയ്ഡ് ദിസ്, ഇത്തരം കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാകുന്ന രീതിയിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാതിരിക്കുക. ഒരു സോഷ്യൽ ഒരു ഇതായിട്ട് എടുക്കാതെ പ്രൈവറ്റ് ആയിട്ട് എടുക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? സോ അങ്ങനെ വരുമ്പോ ഇനി മാത്രമല്ല അവർക്ക് അവരുടെ തെറ്റുകൾ തിരുത്താൻ, അതുപോലെയുള്ള ആ ഒരു തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും അത്തരം എംപ്ലോയീസിന് കേട്ടോ. ഇറോനിയസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ തെറ്റായ പെരുമാറ്റം. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു തെറ്റായ പെരുമാറ്റങ്ങളെ നമുക്ക് ശരിയായ രീതിയിൽ മാറ്റിയെടുക്കാനും ആ എംപ്ലോയിനെ അത് ഹെൽപ്പ് ചെയ്യും. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റും എന്നറിയാം, എല്ലാവരുടെ മുമ്പിൽ നമ്മളെ കളിയാക്കി പിന്നീട് അവരുടെ മാനസിക അവസ്ഥ വ്യത്യാസം വരും അല്ലെ. അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടത് ചിലപ്പോ അവർ തന്നെ അറിയാതെ പല രീതിയിലുള്ള കാര്യങ്ങളിലും ചിലപ്പോ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാം. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനും ഒക്കെ നമുക്കിങ്ങനെ വളരെ സീക്രട്ട് എന്ന് ഭയങ്കര സ്വകാര്യമായിട്ട് കൊണ്ട് ഒളിച്ച് ഒരു മുറിയിൽ കടച്ചെന്നല്ല ഉദ്ദേശിച്ചത്, വളരെ അത്ര വലിയ പൊട്ടിഘോഷിക്കാതെയൊക്കെ നമുക്കൊരു പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ അത് കൊടുക്കും. ഓക്കെ, അത്തരം പണിഷ്മെന്റുകളൊക്കെയാണ് ഓർഗനൈസേഷൻ കൊടുക്കുക. ഇപ്പൊ പിരിച്ചുവിടുന്നത് വരെ ചിലപ്പോൾ നമ്മൾ അറിയില്ല, നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്നവര് ചിലപ്പോ പിറ്റേ ദിവസം ഇന്നൊക്കെ സന്തോഷത്തോടെ പോയി, ചിലപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ നമ്മൾ അറിയുന്നത് ആള് ഇനി ആ ജോലിക്ക് അവിടെ വരുന്നില്ല എന്നാണ്. അപ്പൊ നമ്മൾ അന്വേഷിക്കും ആള് കാണുന്നില്ലല്ലോ, എനിക്ക് വരുന്നില്ല എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴായിരിക്കും മനസ്സിലാകുക ആളെ ഡിസ്മിസ് ചെയ്തു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. കാരണം എന്താ, ആരെയും വിളിച്ച് അങ്ങനെ അറിയിക്കുന്നില്ല, അതുകൊണ്ടില്ല കാരണം. ഓക്കെ, അത്തരം ആ കാര്യങ്ങൾ മിസ്കോണ്ടക്ട് ആയപ്പോഴോ ചെയ്തത് ആരെയോടും വലിയൊരു ഇഷ്യൂ ആക്കി ആളുകളെയൊക്കെ അറിയിക്കാനായിട്ട് ഓർഗനൈസേഷൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അതൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. ഓക്കെ, അതങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാം, നമ്മൾ മാത്രം അറിഞ്ഞിട്ടുള്ളൂ, മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അതൊരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ നമുക്കൊരു എന്താ പറയുക, നമ്മൾക്ക് വന്നുപോയ തെറ്റിനെ തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ മാനസികമായിട്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല. ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, അപ്പൊ ഞാൻ അവരോട് സോറി പറയുന്നു, അവർ തന്ന ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങുന്നു, അതനുസരിച്ച് ബാക്കി ആസ് യൂഷ്വൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് പിന്നീട് ചെയ്യാൻ പറ്റും. കാരണം മറ്റുള്ളവർ അത് അറിയുന്നില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്, ഫിഫ്ത് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രൊസീജിയർ. അവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. പ്രൊസീജിയർ ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ്. ഇനി നമുക്ക് അറിയാം, വട്ട് എവർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ disciplinary policies maintained in an organization, it should be clearly and carefully laid down. ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ നിയമങ്ങൾ, റൂൾസും റെഗുലേഷൻസും അവിടുത്തെ ഡിസിപ്ലിനറി പോളിസി ഒക്കെ വ്യക്തമായിട്ട് വളരെ കെയർഫുൾ ശ്രദ്ധാപൂർവമാണ് രൂപീകരിക്കേണ്ടത്. ഇതൊക്കെ എംപ്ലോയീസിന് ഫോളോ ചെയ്യാൻ പറ്റുമോ? തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതി ആവരുതെന്ന്. മനസ്സിലായോ? നമ്മളങ്ങനെ പറയാറില്ല, ചില ടാസ്കുകൾ ചിലരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് പോകുമ്പോൾ ഇതൊരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയാണ് എന്ന് വെച്ചാൽ അവർക്കത് ചെയ്യാൻ പറ്റില്ല, അത് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ അടിച്ചേൽപ്പിച്ച് അവരെ കൊണ്ട് അത് ചെയ്യുന്നു. ആ രീതിയാകരുത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? എവിടെയായാലും നമ്മൾ നിയമങ്ങൾ എന്തിനാ പാലിക്കുന്നത്? സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകാനാ. റോഡ് നിയമങ്ങൾ നമ്മൾ പാലിച്ചിട്ടാ നടന്നു പോകുന്നത്, നമ്മുടെ വണ്ടികൾ ഓടിച്ചു പോകുന്നത് അല്ലെ. റോഡ് നിയമം തെറ്റിച്ച് ഞാൻ എപ്പോഴും എന്റെ വണ്ടി നടക്കിയ കൂടി പോകുള്ളൂ, എനിക്ക് സൈഡിൽ കൂടി പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ കാശ് കൊടുത്ത് വണ്ടി വാങ്ങിച്ചിരിക്കുകയാണ്. റോഡ് ആരുടെ? പബ്ലിക് പ്രോപ്പർട്ടി, എന്താ പറയാ, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, പബ്ലിക്കിന്റെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഞാനും ആ പബ്ലിക്കിൽ ഇറങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ റോഡിന്റെ നടുവിൽ കൂടി പോകുള്ളൂ. വേറെ വണ്ടികൾ വരുന്നുണ്ട് എന്റെ ഓപ്പോസിറ്റ് എങ്കിൽ അവർ ഇടത്തെ കൂടി വഴിയുണ്ട്, വലത്തെ കൂടി വഴിയുണ്ട്, ഏതെങ്കിലും വഴി പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ ആ റോഡില് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ് അല്ലെ. റോഡിന്റെ ആ ട്രാഫിക്കിനെ എന്താ പറയാ ഹിൻഡർ ചെയ്യുന്ന രീതിയിൽ, ട്രാഫിക് സിസ്റ്റത്തെ മൊത്തം ഹിൻഡർ ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ വണ്ടി ഓടിച്ചാൽ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ റൂൾ, അത് നിയമത്തിന് എതിരാണ്. അപ്പൊ അത്തരം നിയമത്തെ എതിരായിട്ട് നമ്മൾ എന്താ പറയാ ചെയ്തു കഴിഞ്ഞാൽ അത് എന്താ പറയാ ശിക്ഷാർഹ, അത്തരം നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ശിക്ഷ നമ്മൾ അറിയിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കാനാണ്. സ്കൂളുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരുപാട് നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ഇത്ര സമയത്ത് എത്തണം,
ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ് ക്ലാസ് അവേഴ്സ്. അതിനുശേഷം ക്ലാസ് തീരുമ്പുന്ന സമയത്ത് മാത്രമേ ഗേറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയിട്ട് അടുത്ത് തന്നെയാ വീട്, ഒരു പീരീഡ് കഴിയുമ്പോൾ അടുത്ത പീരീഡ് പോയിട്ട് വീട്ടിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോരാറുണ്ടോ? ഇല്ല. എല്ലാം നമ്മൾ യൂണിഫോം ഒക്കെ കൃത്യമായിട്ട് ഇടുന്നു, അല്ലെ? മുടി എങ്ങനെ കിട്ടണമെന്ന് ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പോകുന്നു. അത് അവിടുത്തെ റൂൾസ്, അവിടുത്തെ കാര്യങ്ങൾ സ്മൂത്തായി ഫങ്ഷൻ ചെയ്യാനാണ്. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ. ഇതെല്ലാം സ്മൂത്ത് ഫങ്ഷനിങ് ആണ്. ഓരോ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനാണ്. അതുപോലെ തന്നെ ഇൻ ആൻ ഓർഗനൈസേഷൻ ഓൾസോ ദർ ആർ സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതും ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റണതായിരിക്കും. ഫോളോ ചെയ്യാൻ പറ്റാത്ത നിയമങ്ങൾ കൊണ്ടുവരാതിരിക്കുക. മനസ്സിലായോ? ഇത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, ചില നിയമങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ്. പണ്ട് ഒരു കഥ ഞാൻ ഓർത്തു പോവാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്താ പറയാ, റോസ പാർക്ക് എന്ന് പറയുന്ന ഒരു ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എഴുത്തുകാരിയൊക്കെ ആയിരുന്നു. അവര് മോണ്ടുഗോമറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവരൊരു എന്താ പറയാ നീഗ്രോ, ബ്ലാക്ക് പാസഞ്ചർ, ബ്ലാക്ക് ലേഡിയാണ് എന്ന് വെച്ചാൽ ബ്ലാക്കിന്റെ അയൺ ലേഡി എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ നാട്ടില് എന്താ പറയാ, അവരുടെ ബസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ബസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബസ്സിനകത്ത് ആളുകൾ കയറി കഴിയുമ്പോ അതിനകത്ത് വൈറ്റ് പാസഞ്ചേഴ്സ്, അതായത് വെള്ളക്കാര് സൈക്കന്മാര് അവിടെ ഉണ്ടാവും, ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അവിടുത്തെ ഒരു നിയമം, ആ നാട്ടിൽ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു നിയമം, ഗവൺമെന്റിന്റെ നിയമ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന ഒരു നിയമമാണ്, എഴുതി വെച്ചിരുന്ന നിയമമാണ്. ആ വണ്ടിക്കകത്ത് ഏതെങ്കിലുമൊക്കെ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഇരിക്കെ വൈറ്റ് പാസഞ്ചേഴ്സ് നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് അഗേൻസ്റ്റ് റൂൾ, അത് നിയമത്തിന് വിരുദ്ധാണ്. എന്ന് വെച്ചാൽ ബസ്സിൽ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരിക്കും, സീറ്റിൽ ആൾക്കാരൊക്കെ കയറിയിരിക്കും. അപ്പൊ വൈറ്റ് പാസഞ്ചേഴ്സ് വന്നിരിക്കുന്നു, ആ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഇരിക്കുന്നു, ഓക്കെ, കുഴപ്പമില്ല, എല്ലാം സീറ്റിംഗ് കറക്റ്റ് ആണെങ്കിലും ഓക്കെ ആണ്. അതേസമയം വീണ്ടും ഏതെങ്കിലും ഒരു വൈറ്റ് പാസഞ്ചർ കയറിയപ്പോ അവിടെ സീറ്റ് ഒന്നുമില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ സമയത്ത് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് പാസഞ്ചർ ഇരുന്ന് യാത്ര ചെയ്യാണ്. അവിടുത്തെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റ് പാസഞ്ചർ കയറുമ്പോൾ അവര് നിൽക്കാൻ പാടില്ല ബസ്സിൽ, അവർക്ക് സീറ്റ് കൊടുക്കണം. അപ്പൊ ഈ ഇരിക്കുന്ന ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വൈറ്റ് പാസഞ്ചർക്ക് എന്ത് കൊടുക്കണം? സീറ്റ് കൊടുക്കണം. അതായിരുന്നു അവർക്ക് നിയമം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇഫ് ഇറ്റ് ഫെയർ? അതൊരു ശരിയായ നടപടിയാകും. ഞാൻ കൊടുക്കുന്നതും കാശ് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ വൈറ്റ് പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും അവരുടെ ബസ് ഫെയർ കൊടുത്തിട്ടാണ് ബസ്സിൽ കയറിയിരിക്കുക. ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടാകും ഇതൊരു അൺഫെയർ ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ ശരിയായി തീർന്നേനെ പരിപാടി, അല്ലെ? അത് അന്ന് പണ്ട് കാലത്ത് നിലനിന്ന റോസ പാർക്കിന്റെ കാലഘട്ടത്ത് നിന്ന ഒരു അന്യായമായൊരു റൂളായിരുന്നു. പക്ഷേ അവർ ആ ഒരു ദിവസം പുള്ളിക്കാരി ഇങ്ങനെ ഇത് പെട്ടെന്ന് ഓർമ്മ ഞാൻ കഥ പറഞ്ഞതാണ് കേട്ടോ. കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടോ? വേണ്ടെങ്കിൽ കണ്ടോ, ഞാൻ പറയല്ല, അടുത്ത പോയിന്റിലേക്ക് പോകാം. പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? യെസ്, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ അന്ന് ഒരു ദിവസം പുള്ളിക്കാരി ഭയങ്കര എന്താ പറയാ ക്ഷീണിച്ച് വണ്ടി കയറി ഇരിക്കുന്ന സമയത്ത്, വണ്ടി എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും കയറി വണ്ടിക്കകത്ത് കയറി. അപ്പൊ കണ്ട സീറ്റിൽ പുള്ളിക്കാരത്തിന്റെ ക്ഷീണം കൊണ്ടോ കൈയും കാലൊന്നും അനങ്ങാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് അറിയില്ല, ജോലിയുടെ ഭാരമൊക്കെ കൊണ്ടായിരിക്കണം, പുള്ളിക്കാരി കയറി എന്ത് ചെയ്തു? സീറ്റിനകത്ത് ഇരുന്നു. സീറ്റിലിരിക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ വണ്ടി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് വൈറ്റ് പാസഞ്ചേഴ്സ് കയറി. അപ്പൊ നോക്കുമ്പോ എന്താടാ, വൈറ്റ് പാസഞ്ചർ ഇങ്ങനെ പിടിയിൽ തൂങ്ങി കിടക്കുന്നു, ഒരു ബ്ലാക്ക് പാസഞ്ചർ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യുന്നു. അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അതൊരു അന്യായമായ കാര്യമായിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ പറയില്ല, അവിടെ ഒരു അന്യായമാണെന്ന് അതിനകത്തിരുന്ന എല്ലാ പാസഞ്ചേഴ്സും ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ എഴുന്നേറ്റൂടെ, അല്ലെ? അവര് മാറിക്കൊടുത്താൽ ഈ വണ്ടി ഒന്ന് പോകാനായിട്ട് വണ്ടി എടുക്കാൻ ഡ്രൈവർ കൂട്ടാക്കുന്നില്ല. കാരണം ഒരു കറുത്ത യാത്രക്കാരിയെ വണ്ടിക്കകത്ത് സീറ്റിലിരുത്തി ഒരു വെളുത്ത യാത്രക്കാരി നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് വണ്ടി എടുക്കാൻ പാടില്ലാത്ത ഒരു നിയമമാണെന്നുള്ളതാണ് അവിടുത്തെ കാര്യം. പുള്ളിക്കാരൻ വണ്ടി എടുക്കുന്നില്ല, ആളുകളെല്ലാം വിളിച്ചു കൊടുക്കുന്നു, അവരുടെ സമയം പോകുന്നു, അവർക്ക് വേഗം വീട്ടിലെത്തണം, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് പറഞ്ഞുണ്ടാക്കി. പക്ഷേ നമ്മുടെ ഈ പുള്ളിക്കാരിയുടെ എന്താ പറയാ ടയേർഡ്നെസ് കൊണ്ടാണ് തോന്നുന്നത് ഇതിനകത്ത് നടക്കുന്ന ബാക്കിയൊന്നും പുള്ളിക്കാരി എത്തുന്നില്ല. പുള്ളിക്കാരി റിലാക്സ് ചെയ്ത കഴിഞ്ഞിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി വന്ന് ബസ് ഡ്രൈവർ തന്നെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവരോട് മാറാൻ പറയുന്നു. അപ്പൊ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഈ ഒരു നിയമം വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു നിയമമാണ്, ഇത് പറ്റില്ല, ഇത് ഷുഡ് ബി ടേക്കൺ ഔട്ട് ഫ്രം ദ ലോ ബുക്ക്. ഈ നിയമ പുസ്തകത്തിൽ നിന്ന് ഈ നിയമം മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പുള്ളിക്കാരിക്ക് തോന്നി. അന്ന് പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് അറിയാമോ? ഉറച്ച തീരുമാനത്തോടെ അവിടെ ഇരുന്ന് ഞാൻ ഇവിടെ നിന്നിട്ടില്ല, ഞാനും വൈറ്റ് പാസഞ്ചർ ആയിക്കോട്ടെ, ഞാനും തരുന്നത്
പോലെ ബെസ്റ്റ് ഹെയർ ആണ്, കാശാണ്. അവിടെ ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ കളർ. അവിടെ കൊടുക്കുന്ന കാശിന്റെ കളറിന് വ്യത്യാസമില്ല. അവരും തരുന്നു, ഞാനും തരുന്നു. പിന്നെ എന്തിനു ഞാൻ എഴുന്നേൽക്കണം? ഞാൻ എഴുന്നേറ്റില്ല. ബസ് നിർത്തുന്നു, ബസ് ബോയ്ക്കോട്ട് ചെയ്തു, ആൾക്കാർ പിടിച്ചിടുന്നു, ബസ് പോകാൻ അനുവദിച്ചില്ല, പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, കേസായി കൂട്ടായി. റോസപ്പാർക്ക് കുറെ നാള് എന്ത് ചെയ്യുന്നു, ജയിലിൽ കിടക്കുന്നു. അപ്പൊ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു. പിന്നീട് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ബസ് കമ്പനിയും കോടതിയും ഒക്കെ തമ്മിലുള്ള ആ ഒരു കുറെ എന്താ പറയാ ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾക്കും ഒക്കെ ഒടുവില് അവസാനം ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഈ നിയമം നമ്മളെടുത്ത് മാറ്റണം. അപ്പൊ ആ പുള്ളിക്കാരി ഒരാളാണ് ആ ഒരു നിയമത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. മനസ്സിലായോ? അങ്ങനത്തെ ചില അൺഫെയർ നിയമങ്ങളും ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലായോ? അതിന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ചില ഓർഗനൈസേഷനിൽ they are laying down some rules and regulations which cannot be followed by the employees. എംപ്ലോയീസിന് ഫോളോ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ചില നിയമങ്ങൾ ചില ആൾക്കാർ കൊണ്ടുവരും. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് അത് ഫോളോ ചെയ്യാൻ പറയുന്നു. അങ്ങനെ പാടില്ല എന്ന്. അപ്പൊ കെയർഫുൾ ആയിട്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർഗനൈസേഷൻ അതിന്റെ നിയമ കാര്യങ്ങളിൽ കൊണ്ടുവരേണ്ടത്. അങ്ങനെ അത് എല്ലാവർക്കും കൃത്യമായിട്ട് ഇറ്റ് ഷുഡ് ബി ക്ലിയർലി നോൺ ടു ഓൾ ഇൻഡിവിജ്വൽസ്. ഓരോ ഓർഗനൈസേഷനിലും ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ എംപ്ലോയീസിനും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇന്നതാണ് ഇവിടുത്തെ നിയമം, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അല്ലാണ്ട് ഞാൻ ഒരു രീതിയിൽ മനസ്സിലാക്കുന്നു, വേറൊരാള് പറയാണ് അത് അങ്ങനെയല്ല, ആ നിയമം ഇങ്ങനെയാണ്, അന്ന് വേറൊരാള് വേറെ രീതിയിൽ ക്ലാരിഫൈ ചെയ്യുന്നു. അത് പാടില്ല. ഞാൻ എന്ത് അർത്ഥത്തിലാണോ ആ നിയമത്തെ എടുത്തത് ആ സെയിം മീനിങ് തന്നെ മറ്റൊരാളും എടുക്കാൻ പറ്റണം. അതായത് ഡ്യുവൽ മീനിങ് ഒന്നും വരാൻ പാടില്ല എന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ അതിന് ദ്വയാർത്ഥങ്ങളൊന്നും പാടില്ല. മനസ്സിലായോ? അപ്പൊ ദ്വയാർത്ഥങ്ങൾ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെ ആയിക്കൂടെ, കണ്ടോ, അങ്ങനത്തെ സംശയമൊക്കെ അത് പാടില്ല. വ്യക്തത, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. ആൻഡ് മാത്രമല്ല they can also make changes in the laws and regulations. ഈ റൂൾസും റെഗുലേഷൻസിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം ആവശ്യത്തിന്, സമയത്തിന്. കാരണം ആഫ്റ്റർ എന്താ പറയാ കവറിങ് മെനി ഇയേഴ്സ്, അതായത് ഓരോ വർഷങ്ങൾ മാറുമ്പോ, മാസങ്ങൾ മാറുമ്പോ അല്ലെങ്കിൽ കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രോഗ്രസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ വരും. ആ മാറ്റങ്ങൾക്ക് വിധേയമായ ചേഞ്ചസ് കൊണ്ടുവരാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതിനൊരു കുഴപ്പമില്ല. നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. പഴയ ഓൾഡ് ആയിട്ടുള്ള രീതിയിലുള്ള കുറെ നിയമങ്ങൾ, പഴഞ്ചൻ നിയമമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരശുരാമന്റെ കാലത്തുനിന്ന് പോരാത്ത സൈസിലുള്ളതാണല്ലോ എന്നൊക്കെ കുട്ടികൾ പറയും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയല്ലാതെ അത് മാറ്റങ്ങൾ കൊണ്ടുവരാം. പക്ഷെ അത് മാറ്റങ്ങൾ കൊണ്ടുവന്നാലും ക്യാൻ ബി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പറ്റുന്ന രീതിയിൽ. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് പീരിയോഡിക്കലായിട്ട് സമയാസന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി വെൽ ഡിഫൈൻ ചെയ്തതും മാറ്റങ്ങൾക്ക് വിധേയമായതും റിവ്യൂ ചെയ്ത് അത് വീണ്ടും വീണ്ടും നമ്മൾ എടുത്ത് പുനരവലോകനങ്ങളൊക്കെ ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയതും ഒക്കെ ആകാം. അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. നിയമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് ആരറിയണം? എംപ്ലോയീസ് അറിയണം. ഇവിടെ നിയമത്തിൽ മാറ്റം വരുത്തി, എംപ്ലോയീസ് അറിഞ്ഞിട്ടില്ല, നടക്കോ? അവര് പഴയ രീതി തന്നെ ഫോളോ ചെയ്യുന്നു. അപ്പൊ പറയും മിസ്ബിഹേവ് ചെയ്തിരിക്കുന്നു. അത് പാടില്ല. മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, റിവൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി വെൽ നോൺ ടു ദ എംപ്ലോയീസ്. അത് എംപ്ലോയീസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ അതിന് മനസ്സിലായോ? പ്രൊസീജിയർ ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ്. ഓക്കെ. Yes, and the last point is constructive approach should be followed. See, ഇനി നമ്മൾ ഇതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താ പറയാ ഫോളോ ചെയ്യുന്നു, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ അതൊരു കൺസ്ട്രക്റ്റീവ് ആകുന്ന രീതിയിലാണ്. കൺസ്ട്രക്റ്റീവ് ആകുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ചില ഇതുണ്ട്, എന്താ പറയാ, അവർ തെറ്റ് ചെയ്യട്ടെ, തെറ്റ് ചെയ്താൽ നമുക്ക് അവരെ പണിഷ് ചെയ്യാം, അവർക്കുടെ മേല് പെനാൽറ്റി, എന്താ പറയാ, ഫൈൻ ചുമത്താം. അങ്ങനെ ആകരുത്. എന്താണ് അത് അവോയ്ഡ് ചെയ്യുക. പെനാൽറ്റി ഏൽപ്പിക്കുന്നതും അടിച്ചേൽപ്പിക്കുന്നതും പണിഷ്മെന്റ് അടിച്ചേൽപ്പിക്കുന്നതും ഒഴിവാക്കുന്ന രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിസിപ്ലിനറി പോളിസി ആയിരിക്കണം. എന്ന് വെച്ചാൽ ഞാനത് തെറ്റിക്കില്ല എന്നാണ് ഉറപ്പുവരുത്തേണ്ടത്. എംപ്ലോയീസ് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് തെറ്റിക്കില്ല, അതാണ് ഉറപ്പുവരുത്തേണ്ടത്. അല്ലാണ്ട് ഡിസിപ്ലിനറി പ്രൊസീജിയർ തെറ്റിച്ചിട്ട് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാം അല്ലെങ്കിൽ പെനാൽറ്റി അവരിൽ ചുമത്താം എന്നുള്ളതല്ല മാനേജ്മെന്റ് എടുക്കേണ്ട തീരുമാനം. അതാണ് ഡിസിപ്ലിനറി ആക്ഷൻ കൺസ്ട്രക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? ഇപ്പൊ പറയില്ലേ, രോഗം വരുന്നതിനേക്കാൾ നല്ലത് അതെ അങ്ങനെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതിന്റെ മലയാളം എന്തായാലും നിങ്ങൾ എടുത്തോ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന മറ്റൊരു പ്രോവർബ് കേട്ടിട്ടുണ്ടോ? അല്ലെ, എന്താ പറയാ, രോഗം വരുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ് അല്ലെ, അതിനുള്ള കെയറിങ് നമ്മൾ എടുക്കുന്നതാണ്.
അല്ലെ? രോഗം വന്നു കഴിഞ്ഞാൽ ആശുപത്രി ഇഷ്ടം പോലെ ഉണ്ട്, അവിടെ പോയി എന്താ പറയാ മരുന്ന് വെച്ചാൽ പോരെ എന്നല്ല ചിന്തിക്കേണ്ടത്. ആ രോഗം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ വീടുകളുടെ പരിസരത്തൊക്കെ ചില രോഗങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ആകുന്നത്, എപ്പിഡമിക് പോലെയുള്ള പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വേഗം തന്നെ പോയിട്ട് അടുത്ത വീട്ടിൽ ഇന്ന അസുഖമുണ്ട്, അപ്പൊ ഒരു പ്രിക്കോഷൻ ആയിട്ട് അത് വരാതിരിക്കാനുള്ള ചില മെഡിസിൻസ്, ഫോർ എക്സാമ്പിൾ എന്താ പറയാ നമ്മുടെ സ്മോൾ പോക്സ്, നമ്മുടെ ചിക്കൻ പോക്സ്, പിന്നെന്താ പറയാ ചില അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ, എന്താ പറയാ അതൊക്കെ അസുഖം ഉണ്ടായല്ലോ അങ്ങനെ പെട്ടെന്ന് പടരുമ്പോ അപ്പൊ നമ്മളുടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി. അപ്പൊ അത് ആളുകൾക്ക് വരാതിരിക്കാൻ ഈവൻ ഹെൽത്ത് സെന്റേഴ്സ് വഴിയൊക്കെ മെഡിസിൻസ് എന്നിട്ട് പ്രൊവൈഡ് ചെയ്യും അല്ലെ? ഇത് ഇന്നത് വരാതിരിക്കാനാ, കാരണം ഇപ്പൊ എല്ലായിടത്തും അതുണ്ട്. അങ്ങനെ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ചില പകർച്ചവ്യാധി രോഗങ്ങൾ വരുമ്പോ അത് വന്നവർക്ക് ഓക്കെ വന്നു, മറ്റുള്ളവർക്കും കൂടി അത് സ്പ്രെഡ് ചെയ്ത് വലിയൊരു പകർച്ചവ്യാധി രോഗമാകാതെ ഒരു വലിയ സൊസൈറ്റിനെ മുഴുവൻ അത് അഫക്ട് ചെയ്യാതിരിക്കാനായിട്ട് ചില പ്രിക്കോഷണറി മെഷേഴ്സ് എന്ന പോലെ ചില മെഡിസിൻസ് നമുക്ക് തരും അല്ലെ? അപ്പൊ അതുപോലെ ആയിരിക്കും ഇവിടെ ഡിസിപ്ലിനറി ആക്ഷൻ. അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. ഡിസിപ്ലിനറി ആക്ഷൻ നമ്മൾ മറ്റുള്ളവരിൽ ചുമത്താൻ വേണ്ടി ആകരുത്, അവരത് ചെയ്യാതിരിക്കാനുള്ളതാക്കണം. റൈറ്റ്? ക്ലിയർ ആയോ? മനസ്സിലായോ? ഹലോ, പറയുന്നില്ലല്ലോ ആരും? ക്ലിയർ ആയോ? യെസ്, ഓക്കെ. യെസ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഗൈഡ് ലൈൻസ്. ഡിസിപ്ലിനറി പ്രൊസീജിയർ അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മെയിൻ പോയിന്റുകളാണ് ഈ പറഞ്ഞ എല്ലാം. ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. എത്രയും പെട്ടെന്ന് നടപടികൾ ആരംഭിച്ചോളണം. ഏതെങ്കിലും എംപ്ലോയീസോ മിസ്കണ്ടക്ട് ചെയ്താൽ. അടുത്തത് പ്രോംപ്റ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്. എന്ത് മിസ്കണ്ടക്ട് ആണോ ചെയ്തത് അത് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യണം. എന്ന് വെച്ചാൽ റിട്ടേൺ ഫോമിൽ എഴുതി തന്നെ തയ്യാറാക്കി വെക്കണം. സൂപ്പർവൈസേഴ്സ് ട്രെയിൻഡ് ആയിരിക്കണം. എംപ്ലോയീസിനെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ മോണിറ്റർ ചെയ്യുന്നത്, അവരെ സൂപ്പർവൈസ് ചെയ്യുന്നത് സൂപ്പർവൈസേഴ്സ് ആണ്. അവര് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ളതും ക്വാളിഫൈഡ് ആയിട്ടുള്ളതും ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയും ഇല്ല, ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് മാനേജ് ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ നോക്കിയതോ മോണിറ്റർ ചെയ്തോ സൂപ്പർവൈസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻ. ഹയർ ലെവൽ എംപ്ലോയീസ് ആയിക്കോട്ടെ, ലോവർ ലെവൽ എംപ്ലോയീസ് ആയിക്കോട്ടെ, ബിഗ് ഓർ സ്മോൾ, ഏത് രീതിയിലുള്ള വലുതോ ചെറുതോ ആയിട്ടുള്ള തെറ്റുകളോ മിസ്കണ്ടക്ടോ ഏതോ ആയിക്കോട്ടെ, അത് എടുക്കുന്ന ഡിസിപ്ലിൻ പോളിസി ഫെയർ ആയിരിക്കണം. എല്ലാവരെയും ഒരുപോലെ കണക്കിലാക്കി പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ ആയിരിക്കണം അത് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊസീജിയർ എല്ലാ എന്താ പറയാ ഡിസിപ്ലിനറി പ്രൊസീജിയറും കൃത്യമായിട്ട് വെൽ ഡിഫൈൻ ചെയ്തിരിക്കണം, ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഇന്നതാണ് ഇവിടുത്തെ നിയമങ്ങൾ. കൃത്യമായിട്ട് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്നത് മാത്രമല്ല, പീരിയോഡിക് ആയിട്ട് അത് റിവൈസ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി അത് എംപ്ലോയീസിനെ അറിയിക്കും. ലാസ്റ്റ് വൺ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ആണ് നമുക്ക് ഡിസിപ്ലിനറി പോളിസിയിൽ ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഈ 7 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ആ ബോൾഡ് ആയിട്ടിരിക്കുന്ന പോയിന്റ് വൈസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. എന്താണ് ഈ ഡിസിപ്ലിൻ ഇത്ര പ്രാധാന്യം ഓർഗനൈസേഷനിൽ? വൈ ഷുഡ് വി കീപ് ഡിസിപ്ലിൻ? എന്തിനാണ് നമ്മൾ ശുചിത്വം പാലിക്കേണ്ടത് ഓർഗനൈസേഷനിൽ? തീർച്ചയായിട്ടും ഡിസിപ്ലിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ്. ഒരു ഓർഗനൈസേഷന്റെ സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ട് ഡിസിപ്ലിൻ കൂടിയേ തീരും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്. എന്തൊക്കെ പ്രാധാന്യമാണ് ഈ ഡിസിപ്ലിൻ കൊണ്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇറ്റ് ഇംപ്രൂവ്സ് ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ വളരെയധികം മാറ്റങ്ങൾ, കുറെ ഇംപ്രൂവ്മെന്റുകൾ. എന്താ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിയായ മലയാള വാദം നിന്നാ മെച്ചപ്പെടുത്തുക. തന്നെ മെച്ചപ്പെടുത്തുക. എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ ഒരു നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ ഡിസിപ്ലിൻ കൊണ്ട് സാധിക്കും. നോക്കാം, ഇപ്പൊ ഞാൻ കുറെ എന്താ പറയാ പഠിത്തമൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ കുറെ നാള് എന്താ പറയാ കല്യാണമൊക്കെ കഴിഞ്ഞു, കുറെ നാൾക്ക് വെറുതെ ഇരുന്നു, പിന്നെ ഒരു ജോലി കിട്ടി. ജോലിയൊക്കെ കിട്ടിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു ഡ്യൂറേഷനില്, ആ ഒരു വലിയ ഗ്യാപ്പില് ഐ മൈറ്റ് ഹാവ് ഫോളോഡ് സം ബിഹേവിയർ. നമ്മൾ പല രീതിയിലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ പ്രവൃത്തിയിലൊക്കെ പല രീതിയിലുള്ള ബിഹേവിയർ പാറ്റേൺ നമുക്ക് ഉണ്ടാവും. നമ്മുടെ വീട്ടിലാണല്ലോ, വെറുതെ ഇരിക്കുകയാണ് നമ്മള്. അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇന്നത് ചെയ്തിരുന്നു, എന്റെ ഇഷ്ടത്തിന് ഞാൻ പല രീതിയിൽ ബിഹേവ് ചെയ്തിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെൻ യു ആർ ഗെറ്റിംഗ് എ ജോബ്, ഒരു ജോലി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം.
അങ്ങനെ വരുമ്പോ അവിടെ നമ്മളുടെ വീട്ടിലുള്ള അംഗങ്ങളല്ല, നമ്മുടെ ബ്ലഡ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നുമല്ല അവിടെ നമ്മുടെ കൂടെ ഉള്ളത്. സോ വി ഹാവ് ടു വർക്ക് വിത്ത് സം പീപ്പിൾ ദോസ് ആർ ഡിഫറെന്റ് ഇൻ നേച്ചർ. സ്വഭാവത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഒത്തിരി വ്യത്യാസമുള്ള വൈവിധ്യങ്ങളായ സ്വഭാവങ്ങളുള്ള ഒരുപാട് ജോലിക്കാരുടെ ഒപ്പം നമ്മൾ ജോലി ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും നാളുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിലുണ്ടായ എന്റെ പെരുമാറ്റ രീതികൾ, എന്റെ രീതിയിലുള്ള ഒരു ചില ബിഹേവിയറൽ പാറ്റേൺ, അത് ഞാൻ തികച്ചും എന്താ പറയാ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഇന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നു, നമ്മുടെ എന്താ പറയാ തോന്നി പോലെ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ വെറുതെ വാതറാതെ ഇങ്ങനെ എല്ലാവരോടും കണ്ടവരോടും ഇതൊക്കെ ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോ ചെയ്തതാണ്. പക്ഷെ ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ വി ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഓൾസോ വി ഹാവ് ടു ബി ഡിസിപ്ലിൻഡ്. നമ്മൾ പല രീതിയിലും ഇവിടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ വെറുതെ അനാവശ്യമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അറ്റ് ഡ്യൂട്ടി ടൈമിൽ നമ്മൾ കൃത്യമായ സമയത്ത് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക, പങ്ക്ച്വൽ ആയിട്ട് ഫുഡിന്റെ സമയം, എന്താ പറയാ ലഞ്ച് ടൈം ബ്രേക്ക് എപ്പോഴാണ് അപ്പോൾ ആ സമയത്ത് പോയി ലഞ്ച് കഴിക്കുക അല്ലെ. ശേഷം ഒരു പ്രോപ്പർ ടൈം അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട് വീണ്ടും തിരിച്ച്, ആ സമയത്ത് തിരിച്ച് നമ്മുടെ ഡ്യൂട്ടി പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നു. ആൻഡ് അഗെയിൻ നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് എൻഗേജ് ആകുന്നു. ഈ രീതിയിൽ ഒരു കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ഒരു ടൈം ടേബിൾ പോലെ നമ്മൾക്ക് കീപ്പ് ചെയ്യേണ്ടി വരുന്നു. സോ ഇറ്റ് ഇംപ്രൂവ്സ് അവർ ബിഹേവിയർ. തീർച്ചയായിട്ടും ഇതൊക്കെ പോരെ ഒരാളുടെ സ്വഭാവ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാനായിട്ട് പോരെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്താ മാറ്റം ഉണ്ടാവുമോ? നമ്മള് വളരെ ലാഘവത്തോടെ വളരെ ലാവിഷമായിട്ട് ഉണ്ടും ഉറങ്ങിയും അങ്ങോട്ട് കിടന്നും ഇങ്ങോട്ട് കിടന്നും കുറെ വെച്ചെടുത്തും കുറെ ബഹളം വെച്ചും നമ്മള് വായി തോന്നി ഇതൊക്കെ പറഞ്ഞും ഒക്കെ നടന്നിരുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തമായ മറ്റൊരു അറ്റ്മോസ്ഫിയറിലേക്ക്, ഒരു ജോബിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾഡ് ആണ് അല്ലെ. നമ്മൾ അവിടുത്തെ മാനേജ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്ന റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ട വ്യക്തികളാകും. സോ വി ഹാവ് ടു ഫോളോ എ ടൈം ടേബിൾ. അപ്പൊ നമുക്കൊരു ടൈം ടേബിൾ കിട്ടും. ആ ടൈം ടേബിൾ പ്രകാരം നമ്മൾ കൃത്യമായി ചെയ്യും. ഇന്ന സമയത്ത് ഇതിനുള്ളിൽ ജോലിക്ക് കയറുന്നു, ആ ഓരോ സമയത്തും നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നു, ലഞ്ച് ബ്രേക്കിന് ലഞ്ച് കഴിക്കുന്നു. ഞാൻ എന്റെ വീട്ടിൽ 2 മണിക്ക് ഫുഡ് കഴിക്കാറുണ്ട്. ഞാൻ 2 മണിക്ക് കഴിക്കുള്ളൂ സാറേ, അല്ലെങ്കിൽ ഇന്ന ആരാണോ അവരെ വിളിച്ചിട്ട് പറയാണ്. പക്ഷെ ഇവിടെ 2 മണിക്കല്ല, 1:30 ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 2 മണിക്ക് പോയി ഫുഡ് കഴിച്ചുകൊണ്ട് 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തോ പിള്ളേരെ, ഒന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. ഞാൻ സാധാരണ വീട്ടിലിരുന്ന് 2 മണിക്ക് ഫുഡ് കഴിക്കാറുള്ളൂ, ഇവിടെ ഇരുന്നിട്ട് 1 മണിക്ക് കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും 5 മണിക്ക് 2 മണിക്ക് ഞാൻ നിങ്ങളുടെ അവിടെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങി പോയി 5 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിച്ച് വരാൻ പറ്റുമോ? പറ്റില്ല. ചിലപ്പോ വല്ല ഒരു ദിവസം എങ്ങാനൊക്കെ ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് 1 മണിക്ക് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, അത് ബൈ ചാൻസ് ആണ്. അതല്ലെങ്കിൽ വി ഷുഡ് ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. മറ്റ് എംപ്ലോയീസിനെ പോലെ ഇവിടെയുള്ള ആ കൃത്യമായ രീതിയിൽ നീ അവിടെ വീട്ടിൽ പോയിരുന്ന് 2 മണിക്കോ 5 മണിക്കോ എപ്പോഴെങ്കിലും കഴിക്കേ, ഇറ്റ്സ് നോട്ട് എ മാറ്റർ. പക്ഷെ ഇവിടെ ടു വർക്ക് വൈൽ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ വി ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. തീർച്ചയായും ഇവിടുത്തെ നിയമം നമ്മൾ പാലിക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പാലിച്ച് നമ്മൾ എന്തായി, നമ്മൾ വേറൊരു വ്യക്തിയായി, നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ തന്നെ മാറി. മനസ്സിലായോ? സോ വി ഹാവ് ടു ഫോളോ സം കോഡ് ഓഫ് കോണ്ടാക്ട്. ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യണം. കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ പാലിക്കേണ്ട ചില രീതികളാണ് കേട്ടോ. ആ രീതികളെയാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് കോഡ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ ഇറ്റ് മേക്സ് ദാറ്റ് പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട് കീപ്സ് ദ എംപ്ലോയി ഡിസിപ്ലിൻ. അപ്പൊ നമുക്ക് പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആരായി, ഒരു നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയി മാറും. ക്ലിയർ ആയോ? ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്തിനാണ് ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ എന്നുള്ളതിന്റെ ഒന്നാമത്തെ പോയിന്റ് ആണ്. ഒന്ന്, ഇറ്റ് ഇംപ്രൂവ്സ് ദ എംപ്ലോയീസ് ബിഹേവിയർ. എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ അത് മെച്ചപ്പെടുത്തുന്നു. ക്ലിയർ? മനസ്സിലാകണ്ടോ പറയുന്നതൊക്കെ? യെസ്. അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു. പക്ഷേ ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, നമുക്ക് ഇനി അത്ര അധികം ഒന്നും ഇല്ല പഠിക്കാനായിട്ട്, കുറച്ച് എന്താ പറയാ എങ്ങാണ്ടുള്ളൂ, കുഴപ്പമില്ല. സോ ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ദിവസം എടുക്കും. അപ്പൊ ഇവിടെ വരെയൊക്കെ ഒന്ന് വായിച്ചിട്ടൊക്കെ വരിക. ഓക്കെ അല്ലേ എല്ലാവരും? കുറച്ചും കൂടി ഒക്കെ നേരത്തെ ഒന്ന് ജോയിൻ ചെയ്യാൻ നോക്കാട്ടാ. വളരെ കുറച്ച് കുട്ടികൾ, ദാറ്റ് മീൻസ് ഇപ്പൊ എത്രയാ, 1, 2, 3 കഴിഞ്ഞാൽ ബാക്കി 9ൽ 3 പോയാൽ 10 ഉണ്ടായിരുന്നു. 3 പോയാൽ ബാക്കി 7 കുട്ടികളാണ് കേട്ടോ. 9 അല്ല കേട്ടോ, 10ന്ന് 3 പോയാൽ 7 എന്നാണ് പറഞ്ഞത്. ഒരാൾ അതിന്റെ ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോയി. അപ്പൊ ഒന്ന് ആകെ 8-9 പേരൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ അവര് ഒന്ന് കൃത്യമായിട്ട് ആ സമയത്തൊന്ന് ജോയിൻ ചെയ്യാൻ നോക്കട്ടെ. 30, 31 വരെയൊക്കെ നോക്കിയിരുന്നപ്പോഴും ആരെയും കണ്ടില്ല. ഞാൻ അപ്പൊ തന്നെ അത് ഓപ്പൺ ആക്കി.
സോ നമ്മൾ കയറുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കയറുക. ക്ലാസ്സിന്റെ തുടക്കം തുടങ്ങി നമുക്ക് കിട്ടട്ടെ. പരീക്ഷകളൊക്കെ കഴിഞ്ഞ അദ്ദേഹം വൈകാണ്ടൊക്കെ തന്നെ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ബൈ, സീ യു. താങ്ക് യു. Thank you. ഓക്കെ, താങ്ക് യു.